സ്വാഗതം ചെയ്യുന്നു. കരിവള്ളിയിൽ പ്രകാശ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും ഉത്കണ്ഠ എന്നത് ഒരു രോഗമാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഉത്കണ്ഠ എന്നൊരു അസുഖം നമ്മൾക്ക് വരുന്നത്? ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് പത്താർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഉത്കണ്ഠയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. നമസ്കാരം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഇത് രണ്ട് രീതിയിലും നമുക്ക് പറയാം. കാരണം ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം മാനസിക രോഗങ്ങളെ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വേറെ പല മെഡിക്കൽ കണ്ടീഷൻസിന്റെ ചില അസുഖങ്ങളുടെ ഒരു ഭാഗമായിട്ടും ആൻസൈറ്റി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമാണ്. എന്നാൽ ഇത് ചില സ്ഥിതിവിശേഷങ്ങളിലെങ്കിലും ഇതൊരു രോഗലക്ഷണമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. രോഗലക്ഷണമായി നമുക്ക് ഉത്കണ്ഠയെ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും. ഇനി ഇത് പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാരണം പലർക്കും ഒരല്പം ടെൻഷനായാൽ എനിക്ക് ഉത്കണ്ഠയാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു രോഗലക്ഷണമാണോ ഇതിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ സാധാരണ ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഈ ഉത്കണ്ഠ രോഗത്തെ നമുക്ക് തരംതിരിക്കാം? ഉത്കണ്ഠ അഥവാ ആൻസൈറ്റിയെ നമുക്ക് പല രീതിയിൽ, അതായത് ഓരോ അവസ്ഥാവിശേഷങ്ങൾക്ക് അനുസരിച്ച് നമുക്കിതിനെ പല പേരുകളിൽ മെഡിക്കൽ സയൻസ് വിളിക്കാറുണ്ട്. ഏറ്റവും സാധാരണമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമുക്ക് ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി അനുഭവപ്പെടാം. അത് സാധാരണമാണ്. ചിലപ്പോൾ എക്സാമിന്റെ ഭാഗമായിട്ടായിരിക്കാം, അതുപോലെ ചെറിയ ഓഫീസിലെ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള ഒരു ടെൻഷനെ നമുക്ക് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കാവുന്നതാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്കണ്ഠ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി മറ്റൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ചില പ്രത്യേക രീതിയിലുള്ള പാനിക് അറ്റാക്സ്. നമുക്കറിയാം, ചിലർക്കെങ്കിലും ചില സമയങ്ങളിൽ പെട്ടെന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിലെല്ലാം പെട്ടെന്ന് ഞെട്ടിയെഴുന്നേൽക്കുക, ശരീരത്തിനാകെ അസ്വസ്ഥത, അതുമല്ലെങ്കിൽ ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട്, എന്താണ് എന്ന് പോലും അറിയാതെ പലപ്പോഴും ഇത് ആസ്തമയായിട്ടും അതുമല്ലെങ്കിൽ കാർഡിയാക് അറ്റാക്ക് ആയിട്ടെല്ലാം ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പാനിക് അറ്റാക്സ് ഇതും സാധാരണ സ്ത്രീകളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്, പാനിക് അറ്റാക്സ്. ഇനി മറ്റൊരു വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഫോബിയ. ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭീതി എന്നാണ്. അപ്പോൾ ഭീതി എല്ലാവർക്കും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു അപകടകരമായ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയുകയാണ്, താഴെ തെളിച്ചു പറയുന്ന വലിയൊരു എന്താണ് പറയേണ്ടത്, അഗ്നികുണ്ഡം. ഈ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ അത് ഭീതി എല്ലാവർക്കും ഉണ്ടാകാം. അതുമല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തിക്കൊണ്ട് കത്തിയുമായി വന്നാൽ ഭീതി ഉണ്ടാകാം. ഈ തരത്തിലുള്ള ഭീതിയല്ല നമ്മൾ ഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു പേടി ഉണ്ടാകേണ്ടാത്ത ഒരവസ്ഥയിലും അകാരണമായിട്ട് ചില വസ്തുക്കളോട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോട് ഉള്ള പേടി, ഇതാണ് നമ്മൾ സാധാരണ ഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോബിയ തന്നെ പല രീതിയിൽ വരാം. അത് അഗോറോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാകാം. അതുമല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചില സോഷ്യൽ ഫോബിയാസ്, അതായത് ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളോട് ഇവയോട് ഉള്ള ഒരു പേടിയായിരിക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഫോബിയാസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഫോബിയ എന്ന ഒരു പദത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക പല തരത്തിലുള്ള ഭീതികളുണ്ട്. ഉദാഹരണത്തിന് ചിലർക്ക് വളരെ ഉയരങ്ങളെ പേടിയായിരിക്കും. ഇത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ അക്രോഫോബിയ എന്നാണ് പറയുക. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ചില മൃഗങ്ങളോട്, അതായത് ഒരു കാര്യവുമില്ല, ചിലപ്പോൾ പശുവിനെ അടക്കം ചിലപ്പോൾ പേടിക്കാം. നമ്മൾ വളരെ സാധുവായിട്ട് കാണുന്ന ഇങ്ങനെയുള്ള മൃഗങ്ങളോടുള്ള ഭീതി, അത് ഇന്ന മൃഗങ്ങൾ എന്നില്ല, ചില മൃഗങ്ങളോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേടി ഉണ്ടാക്കാം. അപ്പോൾ അതിനെ നമ്മൾ സൂഫോബിയ എന്നാണ് പറയുക. അതായത് സൂ എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം. അപ്പോൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട മൃഗങ്ങളോടുള്ള പേടി. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പലർക്കും ഈ പറഞ്ഞ പോലെ രാത്രിയിൽ അതുമല്ലെങ്കിൽ അടഞ്ഞ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു ലിഫ്റ്റിൽ കയറുന്നു,
അതുമല്ലെങ്കിൽ ഒരു മുറിയിൽ തനിയെ ഇരിക്കാനുള്ള പേടി, അതുമല്ലെങ്കിൽ ചിലർക്ക് ഈവൻ ഒരു അല്പസമയം സ്വന്തമായിട്ട് ബാത്റൂമിൽ ചെലവഴിക്കാൻ പോലും പേടിക്കുന്നവരുണ്ട്. കാരണം അത്രമാത്രം ഫിയർ ഓഫ് ക്ലോസ് സ്പേസസ് എന്നാണ് പറയുക. അതായത് അടഞ്ഞ മുറികളോടുള്ള പേടി, അതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കാനുള്ള പേടി, ഇതിനെ ക്ലോസ്ട്രോഫോബിയ എന്നാണ് പറയുക. ഇനി ഇതേപോലെ തന്നെ പറക്കാൻ, ഉദാഹരണത്തിന് വിമാനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ശരീരം വേർക്കുകയും ഞെട്ടുകയും എല്ലാം ചെയ്യുന്ന ഒരു പേടിയുണ്ട്. ഇതിന് ഏവിയോഫോബിയ എന്നാണ് പറയുക. അപ്പോൾ ഈ ഏവിയോഫോബിയയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വളരെ രസകരമായ ഒരു സംഭവം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാൻ ആദ്യ ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ദുബായിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അന്ന് എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ സൈഡിലത്തെ സീറ്റിന്റെ സീറ്റാണ്, സൈഡിൽ തന്നെയുള്ള സീറ്റാണ് കിട്ടിയിരിക്കുന്നത്, വിൻഡോ സീറ്റ് എന്ന് നമുക്ക് പറയാവുന്ന സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്നോട് എയർ ഹോസ്റ്റസ് ഉയർത്തി വെക്കണം ഇതിന്റെ. ഞാനപ്പോൾ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ, പലർക്കും അറിയാത്തൊരു സംഗതിയാണ്, ഏവിയോഫോബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. പലർക്കും അറിയാത്തൊരു, എന്തിനാണ് ഈ വിമാനത്തിന്റെ ഈ ജനൽ മുകളിലേക്ക് ഈ പാളി ഉയർത്തി വെക്കാൻ പറയുന്നു, പലർക്കും അറിയില്ല. ഇതിന് കാരണം പുറത്തെ ചിറക്, ഈ ചിറക് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. കാരണം പുറത്ത് എന്തെങ്കിലും സ്പാർക്കോ തീപിടുത്തമോ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ട് ക്രൂവിനെ അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നയാൾ, എനിക്കും ടെൻഷനായി, ഇതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നയാൾ ഇത് കേട്ടതോടുകൂടി വേർക്കുകയാണ്. കാരണം അപ്പോൾ ഇതിനെല്ലാം, അപ്പോൾ ഓരോ പേടികളെയും നമുക്ക് അകറ്റാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ദുബായ് എയർപോർട്ടിലെല്ലാം പറന്നു പോകുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം സേഫാണ്. അതിനേക്കാൾ ഉപരി ബാക്കിയുള്ള വിമാനങ്ങൾ ഉയർന്ന് പൊങ്ങുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒരു വിമാനത്തിൽ നിന്ന് വീക്ഷിക്കാൻ സാധിച്ചാൽ ഈ പലരുടെയും പേടി പകുതി തന്നെ അവിടെ കുറയാറുണ്ട്. കാരണം ആ വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി, അതുമല്ലെങ്കിൽ ഇതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ പുറമേ നിന്ന് ഇതിനെ ഒരു മറ്റൊരു വിമാനത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഇത് പലർക്കും മാറിക്കിട്ടുന്നതായിട്ട് കണ്ടു. ഞാൻ സാഹചര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭീതികൾ ഉണ്ടാകാം. അതേപോലെ തന്നെ പല വസ്തുക്കളോടുള്ള പേടി, യൂറോഫോബിയ ഉണ്ട്, അതായത് മൂത്രത്തിനോടുള്ള പേടി. ഇങ്ങനെയുള്ള വളരെ നമുക്ക് രസകരമായി തോന്നുന്ന, അപ്പോൾ പേടികളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫോബിയാസ് നമുക്ക് പറയാനുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വം നമ്മളുടെ മസ്തിഷ്കത്തിൽ എന്തോ ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു, സാധാരണമല്ലാത്ത ചില രാസമാറ്റങ്ങൾ. ഈ രാസമാറ്റങ്ങളുടെ ഒരു പരിമിതിയായിട്ടാണ് പലപ്പോഴും ഫോബിയാസ് ഉണ്ടാകുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അഗോറോഫോബിയ എന്താണ്? അഗോറോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കും എന്ന് നാം ഭയപ്പെടുന്ന സാമൂഹികമായ ചുറ്റുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇത് പലരും കാണുന്നതാണ്. ചിലർക്ക് ഒരു ആളുകൾ കൂടുതൽ ഉള്ളിടത്തേക്ക് എത്താനായിട്ടൊരു സംഭവം, തിരക്കിനിടയിൽപ്പെട്ടാൽ ഒരു സംഭവം, അതുമല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവരുടെ മുന്നിൽ വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് സംഭ്രമം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു സംഗതിയാണ് ചില പ്രത്യേക വസ്തുക്കളോട് സ്പെസിഫിക് സോഷ്യൽ ഫോബിയാസ് ഉണ്ട്. ഇത് നമുക്ക് സാമൂഹികമായ ഇടപെടലുകളോട് ഉള്ള പേടിയാണ്. അതായത് ആരോടെങ്കിലും നേരിട്ട് തുറന്ന് സംസാരിക്കാൻ, അതുമല്ലെങ്കിൽ കാര്യങ്ങൾ വിശദമാക്കാൻ ഇതൊന്നും കഴിയാത്ത, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇതൊന്നും കഴിയാത്ത ഒരവസ്ഥ, ഇതും ചിലരിലെങ്കിലും കാണാറുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു തരത്തിൽ ഇതെല്ലാം ആൻസിയറ്റിയുടെ വകഭേദങ്ങളായതുകൊണ്ടാണ്. ശരിക്കും ആൻസിയറ്റിയുടെ ഒരു രോഗലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിശദമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് OCD. ഇതും പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അറിയാതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ചിലർക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചു, അതുമല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചുവാരി കൈ വൃത്തികേടായിരിക്കും, എന്നാൽ ശരി കഴുകി തുടങ്ങിയാൽ ഒന്ന് കഴുകും, തിരിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കഴിയും, ഇത് ഇവിടെ ഒരു അല്പം ചെളിയുണ്ടോ എന്നുള്ള സംശയമായി വീണ്ടും ചെല്ലുന്നു, കൈ കഴുകുന്നു. ഇനി അപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അകാരണമായിട്ട് വീണ്ടും വീണ്ടും
ചെയ്തുകൊണ്ടിരിക്കുക. മറ്റു ചിലർക്ക് ഇതിന്റെ എല്ലാം കടുത്ത രൂപങ്ങളുണ്ട്. ഈ ആൻസിറ്റി തന്നെ പല രീതിയിൽ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് പുറത്തേക്ക് റൂമിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംശയമായി, ഗ്യാസ് ഓഫ് ചെയ്തില്ലേ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മൾ വിചാരിക്കും എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്താൽ പോലെ. ഇത് ചെക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും തിരിച്ച് കുറച്ച് പോയി കഴിയുമ്പോൾ ഇയാൾക്ക് സംശയം വരികയാണ്, ഞാനത് ശരിയായ രീതിയിലാണോ ഓഫ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പേടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമ്മൾ ഇതിനു മുമ്പ് ഉറക്കക്കുറവിനെ കുറിച്ചും വിഷാദത്തിലും എല്ലാം തന്നെ നാം സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പോസ്റ്റ് ട്രോമ. അതായത് ഒരു പ്രത്യേക ജീവിത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിന് ഉണ്ടാകുന്ന പേടി. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനു മുന്നുള്ള ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നതാണ് എൻ്റെ ഓർമ്മ. അതായത് അമേരിക്കൻ ഭടന്മാർ ഇറാഖിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭൂരിഭാഗം ഭടന്മാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് അത്രമാത്രം സംഭ്രമജനകമായിട്ടുള്ള മരണങ്ങൾ, വെടിവെപ്പുകൾ, അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങൾ, ഇങ്ങനെ ഭീതിജനകമായ, അത് നമുക്കറിയാം ആ ഒരു മരിപ്പരപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതേപോലെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് ഒരു പ്രത്യേക രീതിയിലുള്ള ടെൻഷനാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന പലർക്കും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനായി തന്നെ വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ യുദ്ധം ഒരു വലിയൊരു മാനസിക സംഘർഷമാണ്. ഇപ്പോൾ പാലസ്തീൻ ജനതയും മറ്റും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നാം കാണുന്നതാണ്. അതേപോലെ തന്നെ ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും നമ്മൾ ഇപ്പോൾ വളരെ ഹൈഫൈ ആയിട്ടുള്ള, അതും അല്ലെങ്കിൽ അമേരിക്ക ഇടപെടുന്ന യുദ്ധങ്ങൾ മാത്രമാണ് നാം നേരിട്ട് കാണുന്നത്. ഇതല്ലാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വൻകരകളിലേക്കും മറ്റും കടന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങൾ അത്രമാത്രം രൂക്ഷമാണ്. അപ്പോൾ ഇതിനർത്ഥം ഈ ആഭ്യന്തര യുദ്ധം എന്ന് പറയുമ്പോൾ പലപ്പോഴും നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു വക വെറുപിടിച്ച യുദ്ധമാണ്. കാരണം ഇപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാകുമ്പോൾ അതിനൊരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പോലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അപ്പോൾ ഒരു രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്ന അന്തഃഛിദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആന്തരിക ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ യുദ്ധങ്ങൾ പലപ്പോഴും നമ്മളുടെ മുന്നിൽ തെളിവുകളായിട്ട് ശ്രീലങ്കൻ യുദ്ധമുണ്ട്, അതേപോലെ തന്നെ ബോസ്നിയ, ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ആഫ്രിക്കയിൽ ലിയോൺ എന്നെല്ലാം പറയുന്ന പല സ്ഥലങ്ങളിലേക്കും, അതുപോലെ പല രാജ്യങ്ങളിലും ഉഗാണ്ട അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഈ പറഞ്ഞ ആഭ്യന്തര യുദ്ധം വളരെ രൂക്ഷമാണ്. അപ്പോൾ നിയമങ്ങൾ യാതൊന്നുമില്ലാതെ മനുഷ്യനെ കണ്ടാൽ കൊന്നു തീർക്കുന്ന, അതുമല്ലെങ്കിൽ എതിർ ഗോത്രവർഗക്കാരനാണെങ്കിൽ എതിർ ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ ഇവരെ എല്ലാം കൊന്നൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടങ്ങളിലെ യുദ്ധങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഭടന്മാർക്ക് പലപ്പോഴും ഇതുമായിട്ട് വളരെയധികം മുകളിൽ നിന്നുള്ള മേലാളന്മാരുടെയും മറ്റും ഭാഗമായിട്ട് അവരുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ഇവർക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു വശത്തേക്ക് വരികയാണെങ്കിൽ വേറെ രീതിയിൽ, ഉദാഹരണത്തിന് ഇതുകൊണ്ട് പ്രശ്നം അനുഭവിക്കുന്ന ജനത, ഇവർക്കെല്ലാം തന്നെ ഈ പറഞ്ഞ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വളരെ അധികരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈനംദിന, ഉദാഹരണത്തിന് ഫാമിലി കോൺഫ്ലിക്ട്സ്, ഇതേപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അത് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല, നമുക്കറിയാം കുട്ടികളിലും അത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈവോഴ്സ്, അതുപോലെ തൊട്ടടുത്ത ഒരു കുടുംബാംഗത്തിന്റെ, അതുമല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു സുഹൃത്തിന്റെ ഇതിന്റെ എല്ലാം മരണം, ഇതിന്റെ എല്ലാം ആഘാതത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒന്ന് മുക്തി വരാനായിട്ട് കുറച്ച് സമയമെടുക്കാം. പ്രത്യേകിച്ച് ലോലഹൃദയരാണെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പാക്ട് കുറെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ആൻസിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ചില പ്രത്യേക രോഗാവസ്ഥകൾ നമുക്കറിയാം, ക്രോണിക് എയിൽമെന്റ്സ്, അതുമല്ലെങ്കിൽ ടെർമിനൽ ഇൽനസ് എന്നെല്ലാം നമ്മൾ പറയുന്ന, ഉദാഹരണത്തിന് നമുക്കറിയാം എയ്ഡ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ലോക എയ്ഡ്സ് ദിനം കഴിഞ്ഞു പോയത്. ഇപ്പോൾ എയ്ഡ്സ് ഉള്ള ഒരാളോട് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സപ്പോർട്ടും മറ്റും കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതേപോലെയുള്ള രോഗങ്ങൾ, അതേപോലെ ക്യാൻസർ അടക്കമുള്ള ചില വ്യാധികൾ ബാധിച്ചിരിക്കുന്നവർ, സ്ട്രോക്ക് പേഷ്യൻസ്, അതായത് ഒരു വശം തളർന്നും മറ്റും ഇരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ തങ്ങളുടെ ഭാവി ജീവിതത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ഇത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. ഇനി മറ്റൊരു ആൻസിറ്റി പറയുന്നത് സെപ്പറേഷൻ ആൻസിറ്റി എന്ന് പറയും. അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, ഇൻഫൻസ് എന്ന് നാം പറയുന്ന ഈ ഒരു
കുട്ടികൾക്ക് ഒരു 10-12 മാസം കഴിയുമ്പോഴാണ് മാതാപിതാക്കളെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വരുന്നത്. അതായത് ഇവരൊറ്റയാളേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതോടുകൂടി ഈ കുട്ടിക്ക് തന്നിൽ നിന്ന് മാതാവ് പിരിയുന്നത് വലിയൊരു സംഘർഷം ഉണ്ടാവുകയാണ്. കാരണം ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുക, അതായത് ഇത്രയും കാലം ഈ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് ഓരോ തവണയും വരുന്നത് വേറെ വേറെ ഒരേ മുഖച്ചായുള്ള പലരാണ്. പിന്നീടാണ് ഏതോ ഒരു നിമിഷത്തിൽ ഇവൻ തിരിച്ചറിയുകയാണ്. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഒരു ബോധോദയം പോലെ ഇവന്റെ മസ്തിഷ്കത്തിൽ ഇവൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് ഈ ഒരു മുഖമുള്ള അമ്മ ഒന്ന് തന്നെയേ ഉള്ളൂ, അതുമല്ലെങ്കിൽ ഈ മുഖമുള്ള അച്ഛൻ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒറ്റ ആളാണ് എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്ത് കുട്ടികൾ വളരെ, അപ്പോൾ മാതാപിതാക്കൾ മാറി കഴിയുമ്പോഴേക്കും ഇവർ കടുത്ത കരച്ചിലും ഇതെല്ലാം നടത്തും. അപ്പോൾ ഇതിനെല്ലാം തന്നെ, അപ്പോൾ ഇതും ഒരു ഫോബിയാണ്. നമ്മൾ അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും കൈക്കുഞ്ഞുങ്ങൾക്ക് ഭീതിയില്ല എന്ന്. കൈക്കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ സെപ്പറേഷൻ ആൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഉദാഹരണത്തിന് മയക്കുമരുന്നുകൾ, കഞ്ചാവ്, ഇതേപോലെയുള്ള സാധനങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് മസ്തിഷ്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ കെമിസ്ട്രിയിൽ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടും ആൻസൈറ്റി, അതുമല്ലെങ്കിൽ ഉത്കണ്ഠ ഒരാൾ കാണുന്നുണ്ട്. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫോബിയാസ് ആകാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ചില പ്രത്യേക സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാകാം. ഇങ്ങനെയായിട്ട് എല്ലാം തന്നെ നമുക്ക് ഉത്കണ്ഠയുടെ ഒരു സിംറ്റംസ് എന്ന് നമുക്ക്, അതുമല്ലെങ്കിൽ പല രീതിയിലുള്ള ഉത്കണ്ഠ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. തീർച്ചയായും പ്രേക്ഷകർക്കും ഉത്കണ്ഠയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏതുതരം ലക്ഷണങ്ങൾ ആണ് ഉത്കണ്ഠ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ഉത്കണ്ഠയിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. Today's milk today. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോ പോയിന്റിന് ചർച്ച ചെയ്യുന്നു. രാത്രി 8 മണിക്ക് തത്സമയം. പ്രേക്ഷകർക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 052-946-2353. ഒരുപാട് നല്ല പ്രോഗ്രാംസ് മലയാളികൾക്കായി കാഴ്ചവെച്ചിട്ടുള്ള NTV ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു റീലോഞ്ചിലൂടെ വരുവാണ് പുതിയൊരു രൂപത്തിൽ. തീർച്ചയായിട്ടും ഇതിലും നല്ല പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുക. NTVയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ എല്ലാ ആശംസകളും. സ്വാഗതം ചെയ്യുന്നു കൈവളി കൺവെൻഷൻ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്കണ്ഠയെ കുറിച്ചാണ്. ഉത്കണ്ഠ ഒരു അസുഖമാണ്. ഒപ്പം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഉത്കണ്ഠ നമ്മെ അലട്ടുന്നുണ്ടോ, നമ്മൾക്ക് തന്നെ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ അല്പം ഉത്കണ്ഠയുള്ള കൂട്ടത്തിലാണോ അല്ലയോ. ഇക്കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തരാൻ ഡോക്ടർ ദിനേശ് പണ്ടയാണ് നമ്മുടെ FDAയിലേക്ക് എത്തിയിരിക്കുന്നത്. ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് പാർട്ണറുമാണ് ഡോക്ടർ ദിനേശ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പൊതുവെ എന്താണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. പല തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഉത്കണ്ഠയെ കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഇനി നമ്മൾക്ക് പൊതുവെ ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് മാനസിക അസുഖം അല്ലെങ്കിൽ ഒരു നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും ചാന്ദിനി ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്
വലിയ ഒരു സംവാദം തന്നെ നടക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഉത്കണ്ഠ എന്നുള്ളത്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ അടക്കമുള്ള വിഷാദ രോഗങ്ങൾ, ഇതെല്ലാം ആയിട്ട് നാം പൊതുവെ മാനസിക രോഗങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ പ്രത്യേക അവസ്ഥകൾ. ഈ പ്രത്യേക അവസ്ഥകൾ കേവലം മനസ്സിന്റെ ഒരു താളം തെറ്റലാണോ? ഇതൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും എന്തുകൊണ്ട് മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ രീതിയിൽ താളം തെറ്റി പോകുന്നു? ഞാൻ ഇത്തരത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. കാരണം ഹലോ നമസ്കാരം. നമസ്കാരം, പറയൂ. My name is Matthew. ഞാനിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് എന്താ പറയുക, ഈ പാമ്പിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. പാമ്പിന്റെ എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കിന്റെ. അപ്പോൾ ഈ പറഞ്ഞ അത് സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ഈ പരിപാടിയിൽ സൂചിപ്പിച്ച സൂഫോബിയ എന്ന് പറയുന്ന ഒരു പേടി അതിന്റെ ഭാഗമായിട്ട് അതെ. അപ്പോൾ ഇത് പാമ്പുകളോടുള്ള പേടി എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് ഒരു വിധത്തിൽ. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ കുട്ടിക്കാലത്ത് തന്നെ പലപ്പോഴും മുത്തശ്ശിമാർ പേടിപ്പിക്കാനും മറ്റും പാമ്പ് വരുന്നു, അതുപോലെ കോക്കാറ്റ് വരുന്നു, ഇങ്ങനെയുള്ള പദങ്ങളാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാം മനസ്സിൽ ഈ ഒരു ഭീതി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാല് ഈ പാമ്പിനോടുള്ള പേടിയല്ല, അതിന്റെ ആ ഒരു പിക്ചേഴ്സോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പേടിയാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ എന്തായാലും മാത്യൂസിന് ഇത് ദൈനംദിന ജീവിതത്തെയോ അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെയൊന്നും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമല്ലോ. വല്ലപ്പോഴും വല്ലപ്പോഴും ഒരു പാമ്പിന്റെ പടം കണ്ടു, അതുമല്ലെങ്കിൽ നെറ്റിലോ മറ്റോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിന്റെ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറപ്പും വിറപ്പും, ഇതല്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം. അപ്പോൾ ഇതാണ്. അപ്പോൾ ആൻസിറ്റി ഡിസോർഡർ എന്നെല്ലാം നമുക്ക് പറയുന്ന തരത്തിലേക്ക് ഈ സംഗതി എത്തണമെങ്കിൽ അപ്പോൾ പാമ്പിനോട് പേടിയില്ല എന്ന് തന്നെ മാത്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചിന്തിച്ചെടുക്കാം. ഒന്ന്, ഗൾഫിലെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഫ്ലാറ്റുകളിലും ഇതിനും എന്തായാലും പാമ്പ് ഉണ്ടാകാനുള്ള സാധ്യത തുച്ഛമാണ്. പിന്നെ രണ്ട്, നാം ഇതേപോലെ തന്നെ ഓർത്തെടുക്കേണ്ട മറ്റൊരു വസ്തുത, പാമ്പിന്റെ പടങ്ങളോടാണ് മാത്യൂസിന് ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കാനുള്ള സാഹചര്യം സെൽഫായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മളുടെ ഒരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട്, അതുമല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഒരു വനപാലകനാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി, നമ്മളുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് വേണം നാം ഈ പറഞ്ഞ ആൻസൈറ്റി പ്രോബ്ലംസിനെ വേർത്ത് കാണാനായിട്ട്. ഉദാഹരണത്തിന് മാത്യൂസ് ഒരു വനപാലകനാണ്, അതുമല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. എന്നിട്ടാണ് ഈ ഒരു പേടി പറയുന്നതെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ തന്നെ വളരെ ശക്തമായ ഒരു ചികിത്സ നാം നിർദ്ദേശിക്കണം. കാരണം നിങ്ങളുടെ ഒരു വനപാലകന് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ദൈനംദിന ജീവിതത്തിൽ പാമ്പിനെ കാണാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ മാത്യൂസിന്റെ ജീവിത സാഹചര്യം തികച്ചും വ്യത്യസ്തമായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അധികം ടെൻഷൻ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതേപോലെ തന്നെ ഒരു പ്രശ്നം കൂടെ. അതായത് ഞാനിപ്പം റൂം ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാറില്ല, പക്ഷെ എപ്പോഴും ഒരു ടെൻഷനാണ്. അയ്യോ ലോക്ക് ചെയ്തിരുന്നോ, കമ്പോർഡ് ലോക്ക് ചെയ്തിരുന്നോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ആൻസിറ്റി, അതുമല്ലെങ്കിൽ ഉത്കണ്ഠയുടെ ഒരു ലക്ഷണങ്ങൾ തന്നെ മാത്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിലാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ മനസ്സിനെയും മറ്റും ശാന്തമാക്കുന്ന ഈ രീതിയിലുള്ള അകാരണമായ ഭീതികളെല്ലാം അകറ്റിക്കളയാനായിട്ട് സഹായകമാണ് അശ്വഗന്ധം, അതേപോലെ തന്നെ ബ്രഹ്മി തുടങ്ങിയ പരമ്പരാഗതമായ ചികിത്സകളുടെ ഭാഗമായിട്ടുള്ള ചില മരുന്നുകൾ. ഇവയുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം വേണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള OCD, അതുമല്ലെങ്കിൽ ഇതേപോലെയുള്ള അകാരണമായ സംശയങ്ങളെന്ന് മാത്യൂസിന് തന്നെ വ്യക്തമായിട്ടൊരു ബോധമുള്ള സ്ഥിതിക്ക് യോഗയുടെയും ധ്യാനത്തിന്റെയും മറ്റും പരിശീലനം തീർച്ചയായിട്ടും ഇതിന് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ടുള്ള മെഡിറ്റേഷൻ നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രി, അതായത്
മസ്തിഷ്കത്തിൽ പൊതുവെ നമ്മൾക്ക് ശാന്തത കൈവരുത്താനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എൻകഫലിൻ, എൻഡോർഫിൻസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക രാസവസ്തുക്കളാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ സന്തുലനം തിരികെ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും യോഗയുടെയും ധ്യാനമുറകളുടെയും അതുപോലെ തന്നെ പ്രാണായാമങ്ങളുടെയും എല്ലാം പരിശീലനം സ്വാഭാവികമായിട്ടും സഹായകമാകും. അപ്പോൾ ഒരു വശത്ത് യോഗയുടെ ധ്യാനത്തിന്റെയും പരിശീലനം, മറുവശത്ത് ഈ പറഞ്ഞ രീതിയിൽ പരമ്പരാഗത ചികിത്സയിൽ ഉള്ള ചില മരുന്നുകളുടെ ഉപയോഗം, ഇവയെല്ലാം കോർത്തിണക്കിയാൽ തീർച്ചയായിട്ടും മാത്യൂസിന് ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തു സാധിക്കാൻ കഴിയും. ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ചോദ്യത്തിന്റെ ഒരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ചോദ്യത്തോട് ചേർത്ത് വെക്കാവുന്ന, നമ്മൾക്കൊരു വസ്തുവിനോട് ഒരു പേടി തോന്നുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ നേരിട്ട് കാണുകയോ, പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്ന ഒരു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് എന്ന്, നേരിട്ട് കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഒരു പേടി അതിൽ നിന്നും മാറുന്നു. അത് എത്രമാത്രം സത്യമാണ്? അല്ല, ഇതാണ് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള അകാരണമായിട്ടുള്ള ഭയങ്ങൾ. ഈ ഭയങ്ങളെ പലരും ചെയ്യുന്നത് കേവലം മരുന്നുകൾ വെച്ച് മാത്രം മാനേജ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിനോട്, ഉദാഹരണത്തിന് ഫ്ലൈങ്, ഈ പറഞ്ഞ ഏവിയോഫോബിയ, അതുമല്ലെങ്കിൽ നമുക്ക് വിമാനത്തിലിരുന്ന് പറക്കാനുള്ള അതിനോടുള്ള ഒരു ഭീതിയാണ് വരുന്നത്, അതുമല്ലെങ്കിൽ അക്രോഫോബിയ. ഇതിന് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് പതുക്കെ പതുക്കെ അക്ലിമറ്റൈസേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ വിമാനത്തിൽ സഞ്ചരിക്കാൻ ഭയമുള്ളവർ ആദ്യമായി ചെയ്യേണ്ടത് ഒരു വിമാനത്തിന്റെ പ്രവർത്തനം എങ്ങനെ, അതല്ലാതെ വിമാനാപകടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുകയല്ല പലരും ചെയ്യുന്നത്. ഈ ഒരു പേടി വന്നു കഴിഞ്ഞാൽ ഈ പേടിക്ക് ഉപോത്ബലകമായിട്ട് എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം ചെയ്തിട്ട് വെക്കാൻ തുടങ്ങും. അതായത് ഇതുവരെ നടന്നിട്ടുള്ള വിമാനാപകടങ്ങൾ, അതിന്റെ മരണനിരക്കുകൾ, കനിഷ്ക ദുരന്തം, അതിൽ മരിച്ചവരുടെ എണ്ണം. കാരണം ഇത് എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു തവണ നേരിട്ടിട്ടുള്ളതാണ്. ഒരു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു രോഗി വന്നപ്പോൾ ഒരു വിമാന അപകടങ്ങളെ കുറിച്ച് അത് ഏവിയേഷൻ അതോറിറ്റിക്ക് മറ്റും അയച്ചു കൊടുത്താൽ പുള്ളിക്ക് വലിയ അവാർഡും കിട്ടും. ആ രീതിയിൽ അത്ര വലിയൊരു ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാമുള്ള ഡീറ്റെയിൽസ് വളരെ, പക്ഷെ ഇന്ന് ആള് വളരെ സന്തോഷവാനായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ അതിനോടുള്ള പേടിയെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ പേടിയെല്ലാം മാറാനായിട്ട് ഈ പറഞ്ഞ മരുന്നുകൾ ഒരു വശത്ത് യോഗയുടെ ഇതും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കുറേശ്ശെ നമ്മളൊരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് പിന്നെ എയർപോർട്ടിൽ പോയി ഈ പറഞ്ഞ വിമാനങ്ങൾ ഉയരുന്നതും അതുപോലെ തന്നെ, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, താഴുന്നതും എങ്ങനെ, ആ പ്രക്രിയ കാണാനായിട്ട് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറയാം. അക്ലിമറ്റൈസേഷൻ എന്നുള്ള പദം എന്താണ്? സാധാരണ മലകളിലെല്ലാം കയറുന്നവർക്ക് ഈ ഉയരങ്ങളിനോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ബേസ് ക്യാമ്പ് എന്ന് പറയും. ഇവിടെ കുറച്ചു കാലം, അതായത് ഉയർന്ന ഇതിൽ തന്നെ ഇപ്പോൾ എവറസ്റ്റിലാണ് കയറേണ്ടതെങ്കിൽ ഒരു കുറെ അടി താഴ്ചയിൽ ആയിട്ടൊരു ബേസ് ക്യാമ്പ് ഉണ്ടാക്കി അവിടെ കുറച്ചു കാലം കഴിയുന്നു. ഈ രീതിയിൽ ആ മനസ്സും ശരീരവും ഇതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഇത് തന്നെ മനസ്സിന്റെ കാര്യത്തിലും ബാധകമാണ്. കേവലം മരുന്നുകൾ, ഏതെങ്കിലും സെഡേറ്റീവ്സ് ഇത് കൊടുത്ത് വിമാനത്തിൽ തളർന്നിരിക്കുക എന്നുള്ളതല്ല ഇതിനുള്ളൊരു പ്രതിവിധി. കാരണം വീണ്ടും പറക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ തവണയും ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ച് മയങ്ങിയിരിക്കുക, അതുമല്ലെങ്കിൽ മദ്യപിച്ച് മധുമത്തനായിട്ട് ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നുള്ളതല്ല ഇതിനുള്ള പരിഹാരം. അപ്പോൾ ഓരോ പേടികളെയും അകറ്റാനായി അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്. അത് ഒരു ഡോക്ടറുടെ, അതുമല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ, സൈക്കോളജി കൗൺസിലറുടെ രീതികൾ അനുസരിച്ചിട്ടാണ് അതിന് മാറ്റങ്ങൾ വരിക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല മറ്റൊരു ഡോക്ടർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വളരെ വൈയക്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെ ഒരു സാധനത്തിനോട് പേടിയുണ്ടെങ്കിൽ ആ പേടിയിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. പതുക്കെ നിങ്ങൾ തന്നെയാണെങ്കിൽ ശ്രമിച്ച്, ഉദാഹരണത്തിന് ഇരുട്ടിനോട് പേടിയുള്ളവരുണ്ട്. അപ്പോൾ ഇരുട്ടിനോട് പേടിയുള്ളവരാണെങ്കിൽ ഒന്ന് അല്പസമയം ഇരുട്ടാക്കുക, ഒരടച്ച മുറിയിലിരുന്ന് ഒന്ന് ഇരുട്ടാക്കുക, പിന്നെ ഒന്ന് വെളിച്ചത്തിലേക്ക് വെളിച്ചമിടുക. ഇങ്ങനെ അല്പസമയം, പിന്നെ ഈ സമയം ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഇങ്ങനെ നമുക്ക് ഇതിനോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാൻ. കാരണം ഇരുട്ടിലിരുന്നാൽ പിന്നെ കുറച്ച് സമയം ഇരുട്ടിലിരുന്ന് കഴിയുമ്പോൾ ഇരുട്ടിലിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇരുട്ടിനോടുള്ള ഭീതി മാറും. ഇതേപോലെ തന്നെ അപ്പോൾ എന്താണ് ഇങ്ങനെ ഇരുട്ട് മുറിയിൽ ഇരിക്കുന്നത്, അതും അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ഒരു അല്പസമയം ഒന്ന് പ്രാണായാമങ്ങളോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീപ് ബ്രീത്തിങ്, ശ്വസനക്രിയകളോ ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് അടച്ചിട്ടിരുന്നത് കൊണ്ട് വായുവിന്റെ കുറവുണ്ടോ എന്നുള്ള ഒരു ഭീതിയാണ് പലർക്കും ഉണ്ടാകുന്നത്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് മനസ്സുമായുള്ള ബന്ധത്തെ കുറിച്ച്. ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്ന മനസ്സുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു സംസാരിച്ച് നിർത്തിയത് അവിടെയായിരുന്നു. ഈ മനസ്സിന്റെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതിലേക്ക് അതിനെ കുറിച്ച് തുടർന്നൊന്ന് പറഞ്ഞാൽ. ആയിക്കോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് സ്വാഭാവികമായും മനസ്സിന്റെ മാത്രം ഒരു വ്യതിയാനമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെ കാണേണ്ടതില്ല. ഇന്ന് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ, ഇതിന് നമുക്ക് ശരിക്കും സ്ട്രെസ് അതല്ലെങ്കിൽ ജീവിത സംഘർഷം എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ളതിന്റെ അടിത്തട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് എപ്പോഴും ജീവിത സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ഒരു തവണ ഒരു ടെൻഷൻ ജീവിത സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിൽ നിലനിൽക്കുന്നത്, പലപ്പോഴും ജീവിത സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ മസ്തിഷ്കത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ രാസവസ്തുക്കളുടെ അളവിലുള്ള കുറവിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ഈ രാസവസ്തുക്കളുടെ സന്തുലനത്തിലും കുറവുണ്ടാകുന്നു. ഇതാണ് ഈ പറഞ്ഞ ഉത്കണ്ഠയ്ക്കാണെങ്കിലും ബാക്കിയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തന്നെ ഒരു കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് മരുന്നുകൾ അതോടൊപ്പം തന്നെ ഇതിൽ രോഗിയുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇതിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ വിഷാദ രോഗത്തിന്റെ എല്ലാം കാര്യത്തിൽ ഇവർ ആൻസൈറ്റി ഉള്ളവർ പലപ്പോഴും തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന മിഥ്യാധാരണകൾ, ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി കണ്ടാൽ ഞാനൊരു മനോരോഗിയായിട്ട് മുദ്ര കുത്തപ്പെടുമോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്നത്, എനിക്ക് മാനസികം എന്നുള്ള പേര് തന്നെ എനിക്ക് അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മാനസികം എന്ന് പറയുമ്പോഴേക്ക് ഭ്രാന്ത് വട്ട് എന്നെല്ലാമാണ് ആളുകളുടെ ധാരണ പോകുന്നത്. ഒരിക്കലുമല്ല. കാരണം നിങ്ങളുടെ തന്നെ ശരീരത്തിലെ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. ഉത്കണ്ഠയും ഡിപ്രഷനും എല്ലാം ഉണ്ടാകാം. ഞാൻ ഇത്തരത്തിൽ ഓർക്കുന്നത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5-6 മാസം ചില സ്ത്രീകളിലെങ്കിലും കാണുന്ന വളരെ മാരകമായിട്ടുള്ള പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അതായത് ചില സ്ത്രീകൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് വരും. നമ്മൾ ചിന്തിക്കും, പലപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല കുടുംബജീവിതം എന്ന് പുറമേ നിന്നെങ്കിലും തോന്നുന്ന വളരെ സുന്ദരമായ ജീവിതം നയിച്ച ചില കുടുംബങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന അവസ്ഥയെങ്കിലും ഈ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു കൈക്കുഞ്ഞ് ഇരിക്കെ എന്തുകൊണ്ടൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു, അതുമല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ കൂട്ടുകുടുംബങ്ങളുടെ തകർച്ചയുടെയും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടറിവുകളുടെയും അതുപോലെ നാട്ടുപഴമകളുടെയും എല്ലാം തന്നെ നന്മയുടെ സംസ്കൃതി നമ്മളുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ്. കാരണം നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ പ്രവാസികൾക്കിടയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ ഡിപ്രഷൻ അഥവാ ഈ പറഞ്ഞ വിഷാദ രോഗവും എല്ലാം തന്നെ ഒരു പരിധി വിട്ട് ഉള്ള അളവിൽ കാണുന്നുണ്ട്. ഇതിന് ഒന്നാമതായിട്ടുള്ള കാരണം, ഏതൊരു ടെൻഷൻ വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാതന്ത്ര്യമേകേണ്ട കരങ്ങൾ ഇന്ന് പ്രവാസിക്ക് കൂടെയില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു പ്രശ്നം വന്നാൽ അത് ഏറ്റവും ആദ്യം തുറന്ന് പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇത് പലപ്പോഴും നമുക്കൊരു ധൈര്യമാണ്. എന്നാൽ ഇന്ന് പ്രവാസിക്ക് അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. കാരണം നമുക്കറിയാം, 70 മുതൽ 80% വരെയെങ്കിലും പ്രവാസികളുടെ കുടുംബങ്ങൾ നാട്ടിലാണ്. അപ്പോൾ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലം എന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് കേവലം മദ്യപാനത്തിലൂടെയോ 10-100 സിഗരറ്റുകൾ വലിച്ചു കൂട്ടിയോ ഇതിനെ അടക്കേണ്ട ഒരു അവസ്ഥയിൽ പല പ്രവാസികളും എത്തുന്നുണ്ട്. 2, ഈ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിൽ, ഞാൻ ഈ പറഞ്ഞ പ്രസവാനന്തരമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയ്ക്ക് വലിയൊരു കാരണം, പണ്ടാണെങ്കിൽ ഒരു പ്രസവ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് അത്രമാത്രം പരിചരണം, ഒരു രാജ്ഞിയെ പോലെയാണ്
കുടുംബാംഗങ്ങൾ പരിചരിക്കുന്നു എന്നും അതെ. പക്ഷേ ഇവിടെ രാജ്ഞിയെ പോലെ പരിചരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങൾക്കുണ്ടാകാം, ചിലപ്പോൾ ഭാര്യയുടെ തന്നെ ജോലിയുടെ സാഹചര്യങ്ങൾക്കുണ്ടാകാം, പലപ്പോഴും 7-ാം മാസവും 8-ാം മാസവും എല്ലാം ജോലിക്കായി ഓടിപ്പടിഞ്ഞു പോകേണ്ട അവസ്ഥ പലരിലും കാണുന്നുണ്ട്. വലിയ കമ്പനികളിലെല്ലാം ആണെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ലീവും മറ്റും, അതുമല്ലെങ്കിൽ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഗർഭകാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് മോർണിംഗ് സിക്നസ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ വല്ലാതെ ഉലച്ചു കളയുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ മോർണിംഗ് സിക്നസ് ഉണ്ടെങ്കിൽ എത്ര കാലം, കാരണം ഡെലിവറിക്കും അതിനോടനുബന്ധിച്ചുള്ള സമയത്തിനും എല്ലാം ലീവ് കിട്ടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര സ്ത്രീകൾക്ക് ലീവ് എടുക്കാൻ സാധിക്കും? അപ്പോൾ ഇത് പലപ്പോഴും, അപ്പോൾ ഗർഭകാലത്ത് നമുക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള പരിചരണം പലപ്പോഴും സ്ത്രീകൾക്ക് ലഭ്യമാകുന്നില്ല. ഇത് തന്നെ ഇതിന്റെ ഒപ്പമായിരിക്കാം പലപ്പോഴും ഭർത്താവ്, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹൗസ് മെയ്ഡ് ആയിരിക്കും പലപ്പോഴും കൂടെ മാക്സിമം ഉണ്ടാകുന്നത്. ഇവരുടെ പല മൂടുകളിലായിരിക്കും ഭർത്താവ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തോ പറഞ്ഞു. ഇതെല്ലാം മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ്. പിന്നീട് പ്രസവാനന്തരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുക, പ്രസവാനന്തരം ഇവിടെ ഭർത്താക്കന്മാർക്കുള്ള ഒരു ഉപദേശം അതാണ്. അതുമല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 മാസം ഭാര്യമാരെ വളരെ മാനസികമായി തൃപ്തിപ്പെടുത്തിയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും സ്ത്രീകളുടെ സ്വഭാവത്തിൽ തന്നെ ഈ ഒരു സമയത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഭർത്താവ് ചിന്തിക്കുക, ഇത് ഭാര്യയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നതോടുകൂടി എന്നോടുള്ള താല്പര്യക്കുറവായിട്ടോ, അതുമല്ലെങ്കിൽ ഇത് എന്റെ കുഞ്ഞല്ലേ എന്നുള്ള സംശയത്തിലേക്കെല്ലാം ഈ രീതിയിൽ പോകും. പലപ്പോഴും ഇത് സ്വാഭാവികമായിട്ട് പ്രസവാനന്തരം ഉണ്ടാകുന്ന ഒരു താത്കാലികമായ മാനസികാവസ്ഥയാണ്. ഇതിന് പരിപൂർണമായ പിന്തുണ, കുടുംബത്തിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത് ഒരു കുടുംബ സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് ഇന്ന് പല പ്രവാസികൾക്കിടയിലും പ്രവാസ കുടുംബങ്ങളിലും കാണുന്നത്. കാരണം ഇത് തന്നെ. കാരണം പണ്ടാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറയാനും അതുമല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും മുത്തശ്ശനും അമ്മായിയും അമ്മാവനും ചിറ്റയും ചിറ്റപ്പനും വാപ്പയും ഉമ്മയും എല്ലാം ഉണ്ട്. ഇന്ന് അതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ന്യൂക്ലിയർ കുടുംബങ്ങളുടേതായിട്ടുള്ള വിസ്ഫോടനാത്മകത എന്ന് തന്നെ നമ്മളതിനെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ധാരാളം, നമ്മളിതിനെ കേവലം ഒരു മാനസിക രോഗം എന്ന ആൻസിയറ്റിയെ അതുമല്ലെങ്കിൽ ഉത്കണ്ഠയെ വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനെ ഒരു വളരെ സാമൂഹികമായ കുടുംബപരമായിട്ടുള്ള പിന്തുണ ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ കാണുന്നത്. ചെറിയ ഇടവേള കൂടെ കഴിഞ്ഞു തീർച്ചയായും തിരിച്ചു. NutriBoost, your daily fuel. NutriBoost, the delicious new probiotic laban from Al-Rawabi, enriched with vitamins, minerals and oats. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോ പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. രാത്രി 8 മണിക്ക് തത്സമയം. പ്രേക്ഷകർക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 052-946-2353. തിരിച്ചെത്തുന്നു കരിവളിയും കൺമഷിയും. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്കണ്ഠയെ കുറിച്ചാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അസി ചെയ്തിരിക്കുന്ന ഡോക്ടർ ദിനേശ് ഗുപ്ത. ഡോക്ടർ നമ്മൾ സംസാരിച്ചു നിർത്തിയത് മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക തലങ്ങളെ കുറിച്ചാണ്. ഈ ഉത്കണ്ഠയും മാനസിക തലങ്ങളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചു നിർത്തിയത്. ഇതിന്റെ ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ഇത് പലപ്പോഴും ഉത്കണ്ഠ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം മനസ്സിന്റെ ഈ ഒരു സംഭ്രമം എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, പാനിക് അറ്റാക്സ് എന്ന് പറയും. ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂടെ തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഹൃദയമെടുപ്പ്, പാൽപിറ്റേഷൻ എന്നാണ് പറയുക. ചിലർക്കെങ്കിലും നെഞ്ച് വിട്ടും എന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്നതായിട്ട് പലരും പറയും. ഡോക്ടറിനെ പിടിച്ചു നോക്കിയത് തള്ളി വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള ഹൃദയമെടുപ്പ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പ്, ശരീരം വേർത്ത് കുളിക്കുക. അതാണ് പലപ്പോഴും ഈ പാനിക് അറ്റാക്സ് എല്ലാം ആയിട്ടുള്ള രോഗികളെ നമ്മൾ ECG പരിശോധനയ്ക്ക് വിധേയരാക്കിയാൽ മാത്രമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഒരു ഹൃദയാഘാതത്തിന്റെ എല്ലാ വിധത്തിലുള്ള ലക്ഷണങ്ങളും ഇവർ മിമിക്ക് ചെയ്യും. ഇതാണ് വേദന പറയും, അതോടൊപ്പം തന്നെ ശരീരമാകെ സംഭ്രമം പറയും, വിയർക്കുന്നു, ശ്വാസം കിട്ടായിക, ഇങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവർ പറയാറുണ്ട്. അതേപോലെ തന്നെ ശ്വസന തടസ്സം ഈ പറഞ്ഞ രീതിയിൽ വല്ലാത്ത രീതിയിൽ. കാരണം ഇതെല്ലാം തന്നെ നമ്മളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അമിതമായിട്ടുള്ള സിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തിന്റെ അമിതമായിട്ടുള്ള ഒരു പ്രക്രിയ. ഇതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് തോന്നുന്നത്. ഇതേപോലെ തന്നെ കടുത്ത തലവേദന, ഇങ്ങനെ ഉറക്കക്കുറവ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഉത്കണ്ഠയുടെ അതുമല്ലെങ്കിൽ ആൻസിയറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. ഈ നെഞ്ചരിച്ചൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേട്ട് തഴമ്പിച്ച ഹാർട്ട് അറ്റാക്ക് എപ്പോഴും പറയുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ ഇതിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ പലപ്പോഴും ഇതിനു മുന്നേ ഈ തരത്തിലുള്ള അറ്റാക്കുകൾ വന്നിട്ടുള്ളവരാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കും ഇവർക്കെല്ലാം തന്നെ ഇത് മനസ്സിലാകും. എന്നാൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് ബാച്ചിലർ ആയിട്ട് 3-4 ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു മുറിയിൽ ഒരാൾക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർ ധരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഹൃദയാഘാതമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്ലിനിക്കിൽ ചെന്നാൽ ഇവർക്ക് ഇത് പാനിക് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ് കേവലം കുറച്ച് മരുന്നുകൾ എഴുതി കൊടുക്കേണ്ട സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ മാരകമാണ്. ബാക്കിയുള്ളവരെയും കൂടി, ഇവർ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി ഭീതിയിലാക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പലപ്പോഴും ആൻസിറ്റി പ്രസന്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ, ഇതിന് ചെറിയൊരു ലക്ഷണം എന്ന് പറയാമോ അറിയില്ല, എങ്കിലും പലർക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഒരു പേടി വരാറുണ്ട്. അതും ഈ ഒരു ഉത്കണ്ഠയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിന്റെ കാരണമായി പറയും. ഒപ്പം രാത്രിയിൽ തനിയെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ റൂമിൽ ഇരിക്കാൻ ഒരു പേടി, ക്രൗഡിനെ കാണുമ്പോൾ പേടി. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം ഇത് എത്രമാത്രം കേവലം എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒരു പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കൂടി നമ്മളത് കൂട്ടി വായിച്ച് വേണം ഒരു രോഗാവസ്ഥ, അതുമല്ലെങ്കിൽ ഒരു ഫോബിയ എന്തുമാത്രം മാരകമാണ് എന്നുള്ളത് പറയാനായിട്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കൊരു ഭീതിയുണ്ട്, ശരി. ഞാൻ നേരത്തെ ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ പോലെ പാമ്പുകളോടുള്ള ഒരു പേടിയുണ്ട്. ഈ ഭീതി കൊണ്ട് മാത്യൂസിന് എന്തെങ്കിലും സ്വന്തം ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു എന്താണ് പറയുക, ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പേടി ഇതൊരാൾക്കുണ്ടെങ്കിൽ ശരി, ഇയാൾക്ക് നൈറ്റ് ഷിഫ്റ്റിന് സ്ഥിരം പുറത്തു പോകേണ്ട ആളാണ്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, കൂട്ടിന് ആരെയും കൂട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം കൂട്ടി ഇണക്കി വേണം ചിന്തിക്കാൻ. എന്നിട്ട് വേണം ഇതിന്റെ രൂക്ഷതയെക്കുറിച്ച് നാം ഇത് പറയാനായിട്ട്. അതല്ലാതെ ചെറിയൊരു പേടി രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഉടൻ തന്നെ അതിനൊരു ചികിത്സ എടുക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, അതുമല്ലെങ്കിൽ ജോലിയെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രശ്നമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അതിന്, ഉദാഹരണത്തിന് ഒരു സ്വിമ്മർ, അതുമല്ലെങ്കിൽ ഒരു അണ്ടർ വാട്ടർ എന്താണ് പറയണ്ടേ വെൽഡർ, ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഹൈഡ്രോഫോബിയ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? സ്വാഭാവികമായിട്ടും അവന്റെ ജീവിതത്തിന്റെ, അതുമല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഉടൻ തന്നെ പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സെൽഫായിട്ടുള്ള ചില മാർഗങ്ങളിലൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യോഗയുടെയും മെഡിറ്റേഷന്റെയും ധ്യാനത്തിന്റെയും എല്ലാം സ്ഥിരമായിട്ടുള്ള അഭ്യാസങ്ങൾ. കാരണം ഇതെല്ലാം കേവലം അഭ്യസിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ യോഗ എന്നുള്ളത് സ്വന്തം ജീവിതക്രമത്തിൽ അതിന്റെ പ്രാണായാമത്തിന്റെയും മെഡിറ്റേഷന്റെയും എല്ലാം ചില എലിമെന്റ്സ് എങ്കിലും ഇഴുക്കി ചേർക്കുകയാണെങ്കിൽ അത് ഉത്കണ്ഠയെ പ്രതിരോധിക്കാനായിട്ട് വളരെ സഹായിക്കും. ഉദാഹരണത്തിന് ഞാനത് പറയാൻ കാരണം, നമ്മൾ മൈഗ്രെയിൻ എന്നുള്ള
എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതാണ്. ഒരു തലവേദന വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴേക്ക്, അതുമല്ലെങ്കിൽ ആസ്മാരോഗ്യത്തിലാണെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ, അതുമല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഈ ഒരു തലവേദനയെ മെഡിറ്റേഷനിലൂടെ, ധ്യാനക്രമത്തിലൂടെ, അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ ചെയ്ത് ഇതിനെ ഒഴിവാക്കാനായിട്ടൊരു ശ്രമം നടത്താവുന്നതാണ്. ഈ ഒരു ഭീതി വന്ന് തുടങ്ങുമ്പോൾ തന്നെ പലരും ഈ സമയത്ത് സംഭ്രമിച്ച് ഈ രോഗാവസ്ഥയ്ക്ക് കീഴടങ്ങാനായിട്ട്, പരിപൂർണമായി കീഴടങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വരൂ എന്നെ കീഴടക്കൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ രോഗത്തെ മരുന്ന് കൊണ്ടുള്ള പ്രതിരോധം ഒരു വശത്ത്, പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി അത് മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ശാരീരിക രോഗങ്ങളെയാണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ എതിർത്ത് നിൽക്കുവാൻ ഏറ്റവും വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ്. മാനസികമായ ഒരു പൊരുതൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഉത്കണ്ഠയാണെങ്കിലും വിഷാദമാണെങ്കിലും ഈ അവസ്ഥകളെല്ലാം സംജാതമാകുന്നതിന് മുന്നേ തന്നെ, അതുമല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ചില സെൽഫ് മാനേജ്മെന്റ് ടെക്നിക്സ് ഒന്ന് ചെയ്യുക. അത് തീർച്ചയായിട്ടും നമ്മളെ ഈ രോഗാവസ്ഥയുടെ കാഠിന്യത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അറ്റാക്ക് വഴിമാറി പോകുന്നതിന് വരെ അത് വളരെ സഹായകമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കൊരു കോളർ കൂടെ ചെയ്യുകയാണ്. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ഇത് നമസ്കാരം. പേര് പറയൂ. പറയൂ സുനില. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് സുനില എന്നാണ്. ഓക്കെ, കേട്ടോ, ടിവിയുടെ ശബ്ദം നന്നായിട്ട് കുറച്ചുള്ളൂ. ഓക്കെ. ഇത് എനിക്ക് ഡോക്ടർക്ക് പറഞ്ഞ പോലെയുള്ള ഈ പാനിക് അറ്റാക്ക് വരാറുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് പ്രതിവിധി? അതാണ് സുനില. എത്ര വയസ്സുണ്ട് സുനിലേക്ക്? എനിക്കിപ്പം 42. അപ്പോൾ സുനില, ഞാൻ ഈ പ്രോഗ്രാം ശരിയായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം പാനിക് അറ്റാക്സിനെ എതിർക്കുക എന്നുള്ളതിന് മരുന്നുകൾ മാത്രമല്ല, മരുന്നും മന്ത്രവും ഒരു വഴിക്ക് നടന്നോട്ടെ, പക്ഷേ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ പാനിക് അറ്റാക്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ, ആയുർവേദത്തിലും പ്രകൃതി ജീവന തത്വങ്ങളിലും എല്ലാം തന്നെ ധാരാളം മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അശ്വഗന്ധം, ബ്രഹ്മി, തുളസി ഇങ്ങനെയുള്ള മരുന്നുകൾ, അവയുടെ പല രൂപത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അവയുടെ ഉപയോഗം, അതോടൊപ്പം തന്നെ ചില പ്രത്യേക തരത്തിലുള്ള പരമ്പരാഗത ചികിത്സകൾ, ഉദാഹരണത്തിന് ആയുർവേദത്തിലാണെങ്കിൽ ധാര പോലെയുള്ള ചികിത്സകൾ ഇതിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശിരോധാര പോലെയുള്ള ചികിത്സകൾ. ഇനി മറുവശത്തേക്ക് വരികയാണെങ്കിൽ ചൈനീസ് ചികിത്സാ രീതിയായിട്ടുള്ള അക്യുപഞ്ചർ, അതോടൊപ്പം തന്നെ ഈ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക രീതിയിൽ പ്രഷർ ചെലുത്തുന്ന അക്യുപ്രഷർ ചികിത്സ, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് മൊത്തത്തിലൊരു സൗഖ്യം, ശരീരത്തിന് മനസ്സിന് ലഭിക്കാനായിട്ട് ഒഴിച്ചിൽ, മസാജ് പോലെയുള്ള ചികിത്സകൾ, ഇതെല്ലാം തന്നെ പാനിക് അറ്റാക്സിനെ ഒഴിച്ച് നിർത്താനായിട്ട് സഹായിക്കും. പക്ഷേ ഇതെല്ലാം മരുന്നുകളുടെ മാർഗം. അതിനേക്കാൾ ഉപരിയായി ഈ ഒരു പാനിക് അറ്റാക്ക് അനുഭവിക്കുന്നവർ സ്വാഭാവികമായിട്ടും അതിനെ നേരിടാനുള്ള ചില സെൽഫ് മാനേജ്മെന്റ്, സ്വയമായിട്ട് ഇവയെ പ്രതിരോധിക്കാനുള്ള ശ്രമവും കൂടി നടത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും പാനിക് അറ്റാക്സ് രാത്രിയിലല്ലേ സുനിലേക്ക് വരാറുള്ളത്? അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലും ഇതെല്ലാം വരുമ്പോൾ വരാൻ പോകുന്നു എന്നുള്ള ആ തോന്നൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭ്രമം വരുന്ന അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കീഴടങ്ങി കൊടുക്കാതിരിക്കുക, പകരം എതിർത്ത് നിന്ന് വേണ്ട രീതിയിൽ ഈ രോഗത്തിനെ ഒരു ശത്രുവായി കണ്ട് തിരികെ പൊരുതുക. ഇതാണ് ഇത് നേരിടാനുള്ള ഏറ്റവും നല്ല വഴി. അതല്ലാതെ എപ്പോഴും ഈ ഒരു അറ്റാക്ക് വന്നാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ പുറകെ ഓടിപ്പോയിട്ട് കുറെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സുനില വളരെ അടിയന്തരമായിട്ട് നല്ല രീതിയിൽ യോഗയും ധ്യാനമുറകളും മറ്റും പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരു ഡോക്ടറെയോ അതുമല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ഒരാളെയോ കാണുക, ഈ ടെക്നിക്സ് പഠിക്കുക. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ ഈ മാർഗങ്ങൾ സ്വന്തം ജീവിതക്രമത്തിലേക്ക് ഇടുക്കി ചേർക്കാൻ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗും വളരെ സഹായകമായിരിക്കും. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പരമ്പരാഗത ചികിത്സകൾ ആയുർവേദത്തിലും പ്രകൃതിയിലുമെല്ലാം എന്ത് ചെയ്യാം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറോട് ദീർഘമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. ഇത് പേടിക്കാനുള്ള ഒരു പ്രശ്നമില്ല. എന്റെ അനുഭവത്തിൽ എന്റെ നമസ്കാരം, ഏവരെയും സ്വാഗതം ചെയ്തു. കരിവള്ളിയിൽ
നമ്മളിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും ഉത്കണ്ഠ എന്നത് ഒരു രോഗമാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഉത്കണ്ഠ എന്നൊരു അസുഖം നമ്മൾക്ക് വരുന്നത്? ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്ത നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഉത്കണ്ഠയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. നമസ്കാരം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഇത് രണ്ട് രീതിയിലും നമുക്ക് പറയാം. കാരണം ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം മാനസിക രോഗങ്ങളെ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വേറെ പല മെഡിക്കൽ കണ്ടീഷൻസിന്റെ ചില അസുഖങ്ങളുടെ ഒരു ഭാഗമായിട്ടും ആൻസൈറ്റി കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമാണ്. എന്നാൽ ഇത് ചില സ്ഥിതിവിശേഷങ്ങളിലെങ്കിലും ഇതൊരു രോഗലക്ഷണമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. രോഗലക്ഷണമായി നമുക്ക് ഉത്കണ്ഠയെ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും. ഇത് പലതരത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാരണം പലർക്കും ഒരല്പം ടെൻഷനായാൽ എനിക്ക് ഉത്കണ്ഠയാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു രോഗലക്ഷണമാണോ ഇതിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നത് സാധാരണ ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ ഈ ഉത്കണ്ഠ രോഗത്തെ നമുക്ക് തരംതിരിക്കാം? ഉത്കണ്ഠ അഥവാ ആൻസൈറ്റിയെ നമുക്ക് പല രീതിയിൽ, അതായത് ഓരോ അവസ്ഥാവിശേഷങ്ങൾക്ക് അനുസരിച്ച് നമുക്കിതിനെ പല പേരുകളിൽ മെഡിക്കൽ സയൻസ് വിളിക്കാറുണ്ട്. ഏറ്റവും സാധാരണമായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമുക്ക് ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി അനുഭവപ്പെടാം. അത് സാധാരണമാണ്. ചിലപ്പോൾ എക്സാമിന്റെ ഭാഗമായിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ചെറിയ ഓഫീസിലെ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഇങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള ഒരു ടെൻഷനെ നമുക്ക് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കാവുന്നതാണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്കണ്ഠ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇനി മറ്റൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ചില പ്രത്യേക രീതിയിലുള്ള പാനിക് അറ്റാക്സ്. നമുക്കറിയാം ചിലർക്കെങ്കിലും ചില സമയങ്ങളിൽ പെട്ടെന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിലെല്ലാം പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, ശരീരത്തിനാകെ അസ്വസ്ഥത, അതുമല്ലെങ്കിൽ ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട്, എന്താണ് എന്ന് പോലും അറിയാതെ പലപ്പോഴും ഇത് ആസ്തമയായിട്ടും അതുമല്ലെങ്കിൽ കാർഡിയാക് അറ്റാക്ക് ആയിട്ടെല്ലാം ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പാനിക് അറ്റാക്സ് ഇതും സാധാരണ സ്ത്രീകളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്, പാനിക് അറ്റാക്സ്. ഇനി മറ്റൊരു വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഫോബിയ. ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭീതി എന്നാണ്. അപ്പോൾ ഭീതി എല്ലാവർക്കും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരു അപകടകരമായ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയുകയാണ്, താഴെ തെളിച്ചു പറയുന്ന വലിയൊരു എന്താണ് പറയേണ്ടത് അഗ്നികുണ്ഡം. ഈ അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാൽ അത് ഭീതി എല്ലാവർക്കും ഉണ്ടാകാം. അതുമല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തിക്കൊണ്ട് കത്തിയുമായി വന്നാൽ ഭീതി ഉണ്ടാകാം. ഈ തരത്തിലുള്ള ഭീതിയല്ല നമ്മൾ ഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് ഒരു പേടി ഉണ്ടാകേണ്ടാത്ത ഒരവസ്ഥയിലും അകാരണമായിട്ട് ചില വസ്തുക്കളോട് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോട് ഉള്ള പേടി, ഇതാണ് നമ്മൾ സാധാരണ ഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോബിയ തന്നെ പല രീതിയിൽ വരാം. അത് അഗോറോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാകാം. അതുമല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചില സോഷ്യൽ ഫോബിയാസ്, അതായത് ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളോട് ഇവയോട് ഉള്ള ഒരു പേടിയായിരിക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ഫോബിയാസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഫോബിയ എന്ന ഒരു പദത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക പലതരത്തിലുള്ള ഭീതികളുണ്ട്. ഉദാഹരണത്തിന് ചിലർക്ക് വളരെ ഉയരങ്ങളെ പേടിയായിരിക്കും. ഇത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ അക്രോഫോബിയ എന്നാണ് പറയുക. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ചില മൃഗങ്ങളോട്, അതായത് ഒരു കാര്യമില്ല, ചിലപ്പോൾ പശുവിനെ അടക്കം ചിലപ്പോൾ നമ്മൾ വളരെ സാധുവായിട്ട് കാണുന്ന ഇങ്ങനെയുള്ള മൃഗങ്ങളോടുള്ള ഭീതി, അത് ഇന്ന മൃഗങ്ങൾ എന്നില്ല, ചില മൃഗങ്ങളോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പേടി ഉണ്ടാക്കാം. അപ്പോൾ അതിനെ നമ്മൾ സൂഫോബിയ എന്നാണ് പറയുക. അതായത് സൂ എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം. അപ്പോൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട മൃഗങ്ങളോടുള്ള പേടി. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പലർക്കും ഈ പറഞ്ഞ പോലെ രാത്രിയിൽ അതുമല്ലെങ്കിൽ അടഞ്ഞ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു ലിഫ്റ്റിൽ കയറുന്നു, അതുമല്ലെങ്കിൽ ഒരു മുറിയിൽ
തനിയെ ഇരിക്കാനുള്ള പേടി. അതുമല്ലെങ്കിൽ ചിലർക്ക് ഈവൻ ഒരു അല്പസമയം സ്വന്തമായിട്ട് ബാത്റൂമിൽ ചെലവഴിക്കാൻ പോലും പേടിക്കുന്നവരുണ്ട്. കാരണം അത്രമാത്രം ഫിയർ ഓഫ് ക്ലോസ് സ്പേസസ് എന്നാണ് പറയുക. അതായത് അടഞ്ഞ മുറികളോടുള്ള പേടി, അതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കാനുള്ള പേടി. ഇതിനെ ക്ലോസ്ട്രോഫോബിയ എന്നാണ് പറയുക. ഇനി ഇതേപോലെ തന്നെ പറക്കാൻ, ഉദാഹരണത്തിന് വിമാനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ശരീരം വേർക്കുകയും ഞെട്ടുകയും എല്ലാം ചെയ്യുന്ന ഒരു പേടിയുണ്ട്. ഇതിന് ഏവിയോഫോബിയ എന്നാണ് പറയുക. അപ്പോൾ ഈ ഏവിയോഫോബിയയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വളരെ രസകരമായ ഒരു സംഭവം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാൻ ആദ്യ ഘട്ടത്തിൽ ഇതേപോലെ തന്നെ ദുബായിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അന്ന് എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ തന്നെ സൈഡിലത്തെ സീറ്റിന്റെ സീറ്റാണ്, സൈഡിൽ തന്നെയുള്ള സീറ്റാണ് കിട്ടിയിരിക്കുന്നത്, വിൻഡോ സീറ്റ് എന്ന് നമുക്ക് പറയാവുന്ന സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്നോട് എയർ ഹോസ്റ്റസ് പറഞ്ഞു ഉയർത്തി വെക്കണം ഇതിന്റെ. ഞാനപ്പോൾ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ, പലർക്കും അറിയാത്തൊരു സംഗതിയാണ് ഏവിയോഫോബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. പലർക്കും അറിയാത്തൊരു, എന്തിനാണ് ഈ വിമാനത്തിന്റെ ഈ ജനൽ മുകളിലേക്ക് ഈ പാളി ഉയർത്തി വെക്കാൻ പറയുന്നു, പലർക്കും അറിയില്ല. ഇതിന് കാരണം പുറത്തെ ചിറക്, ഈ ചിറക് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. കാരണം പുറത്ത് എന്തെങ്കിലും സ്പാർക്കോ തീപിടുത്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ട് ക്രൂവിനെ അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നയാൾ, എനിക്കും ടെൻഷനായി, ഇതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നയാൾ ഇത് കേട്ടതോടുകൂടി വേർക്കുകയാണ്. കാരണം അപ്പോൾ ഇതിനെല്ലാം, അപ്പോൾ ഓരോ പേടികളെയും നമുക്ക് അകറ്റാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ദുബായ് എയർപോർട്ടിലെല്ലാം പറന്നു പോകുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം സേഫാണ്. അതിനേക്കാൾ ഉപരി ബാക്കിയുള്ള വിമാനങ്ങൾ ഉയർന്ന് പൊങ്ങുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒരു വിമാനത്തിൽ നിന്ന് വീക്ഷിക്കാൻ സാധിച്ചാൽ ഈ പലരുടെയും പേടി പകുതി തന്നെ അവിടെ കുറയാറുണ്ട്. കാരണം ആ വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി, അതുമല്ലെങ്കിൽ ഇതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ പുറമേ നിന്ന് ഇതിനെ ഒരു മറ്റൊരു വിമാനത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഇത് പലർക്കും മാറിക്കിട്ടുന്നതായിട്ട് കണ്ടു. ഞാൻ സാഹചര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭീതികൾ ഉണ്ടാകാം. അതേപോലെ തന്നെ പല വസ്തുക്കളോടുള്ള പേടി, യൂറോഫോബിയ ഉണ്ട്, അതായത് മൂത്രത്തിനോടുള്ള പേടി. ഇങ്ങനെയുള്ള വളരെ നമുക്ക് രസകരമായി തോന്നുന്ന, അപ്പോൾ പേടികളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫോബിയാസ് നമുക്ക് പറയാനുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വം നമ്മളുടെ മസ്തിഷ്കത്തിൽ എന്തോ ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു, സാധാരണമല്ലാത്ത ചില രാസമാറ്റങ്ങൾ. ഈ രാസമാറ്റങ്ങളുടെ ഒരു പരിമിതിയായിട്ടാണ് പലപ്പോഴും ഫോബിയാസ് ഉണ്ടാകുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അഗോറോഫോബിയ എന്താണ്? അഗോറോഫോബിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കും എന്ന് നാം ഭയപ്പെടുന്ന സാമൂഹികമായ ചുറ്റുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇത് പലരും കാണുന്നതാണ്. ചിലർക്ക് ഒരു ആളുകൾ കൂടുതൽ ഉള്ളിടത്തേക്ക് എത്താനായിട്ടൊരു സംരംഭം, തിരക്കിനിടയിൽപ്പെട്ടാൽ ഒരു സംരംഭം, അതുമല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവരുടെ മുന്നിൽ വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് സംരംഭം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു സംഗതിയാണ് ചില പ്രത്യേക വസ്തുക്കളോട് സ്പെസിഫിക് സോഷ്യൽ ഫോബിയാസ് ഉണ്ട്. ഇത് നമുക്ക് സാമൂഹികമായ ഇടപെടലുകളോട് ഉള്ള പേടിയാണ്. അതായത് ആരോടെങ്കിലും നേരിട്ട് തുറന്ന് സംസാരിക്കാൻ, അതുമല്ലെങ്കിൽ കാര്യങ്ങൾ വിശദമാക്കാൻ ഇതൊന്നും കഴിയാത്ത, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇതൊന്നും കഴിയാത്ത ഒരവസ്ഥ, ഇതും ചിലരിലെങ്കിലും കാണാറുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു തരത്തിൽ ഇതെല്ലാം ആൻസിയറ്റിയുടെ വകഭേദങ്ങളായതുകൊണ്ടാണ്. ശരിക്കും ആൻസിയറ്റിയുടെ ഒരു രോഗലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിശദമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് OCD. ഇതും പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അറിയാതെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ചിലർക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചു, അതുമല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു വാരി കൈ വൃത്തികേടായിരിക്കും. എന്നാൽ ശരി, കഴുകി തുടങ്ങിയാൽ ഒന്ന് കഴുകും, തിരിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അറിയും ഇത് ഇവിടെ ഒരു അല്പം ചെളിയുണ്ടോ എന്നുള്ള സംശയമായി വീണ്ടും ചെല്ലുന്നു, കൈ കഴുകുന്നു. ഇനി അപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അകാരണമായിട്ട് വീണ്ടും വീണ്ടും
ചെയ്തുകൊണ്ടിരിക്കുക. മറ്റു ചിലർക്ക് ഇതിന്റെ എല്ലാം കടുത്ത രൂപങ്ങളുണ്ട്. ഈ ആൻസിയറ്റി തന്നെ പല രീതിയിൽ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് പുറത്തേക്ക് റൂമിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സംശയമായി, ഗ്യാസ് ഓഫ് ചെയ്തില്ലേ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല. നമ്മൾ വിചാരിക്കും എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്താൽ പോരെ. ഇത് ചെക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് സംശയം വരികയാണ്, ഞാനത് ശരിയായ രീതിയിലാണോ ഓഫ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പേടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമ്മൾ ഇതിനു മുമ്പ് ഉറക്കക്കുറവിനെ കുറിച്ചും വിഷാദത്തിലും എല്ലാം തന്നെ നാം സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പോസ്റ്റ് ട്രോമ. അതായത് ഒരു പ്രത്യേക ജീവിത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിന് ഉണ്ടാകുന്ന പേടി. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനു മുന്നുള്ള ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നതാണ് ഒരു ഓർമ്മ. അതായത് അമേരിക്കൻ ഭടന്മാർ ഇറാഖിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭൂരിഭാഗം ഭടന്മാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് അത്രമാത്രം സംഭ്രമജനകമായിട്ടുള്ള മരണങ്ങൾ, വെടിവെപ്പുകൾ, അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങൾ, ഇങ്ങനെ ഭീതിജനകമായ, അതും നമുക്കറിയാം ആ ഒരു മരിപ്പരപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതേപോലെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് ഒരു പ്രത്യേക രീതിയിലുള്ള ടെൻഷനാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരുന്ന പലർക്കും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനായി തന്നെ വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ യുദ്ധം ഒരു വലിയൊരു മാനസിക സംഘർഷമാണ്. ഇപ്പോൾ പാലസ്തീൻ ജനതയും മറ്റും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നാം കാണുന്നതാണ്. അതേപോലെ തന്നെ ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും നമ്മൾ ഇപ്പോൾ വളരെ ഹൈഫൈ ആയിട്ടുള്ള, അതും അല്ലെങ്കിൽ അമേരിക്ക ഇടപെടുന്ന യുദ്ധങ്ങൾ മാത്രമാണ് നാം നേരിട്ട് കാണുന്നത്. ഇതല്ലാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വൻകരകളിലേക്കും മറ്റും കടന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങൾ അത്രമാത്രം രൂക്ഷമാണ്. അപ്പോൾ ഇതിനർത്ഥം ഈ ആഭ്യന്തര യുദ്ധം എന്ന് പറയുമ്പോൾ പലപ്പോഴും നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു വെറുപിടിച്ച യുദ്ധമാണ്. കാരണം ഇപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാകുമ്പോൾ അതിനൊരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പോലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. അപ്പോൾ ഒരു രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്ന അന്തഃഛിദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആന്തരിക ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ യുദ്ധങ്ങൾ പലപ്പോഴും നമ്മളുടെ മുന്നിൽ തെളിവുകളായിട്ട് ശ്രീലങ്കൻ യുദ്ധമുണ്ട്, അതേപോലെ തന്നെ ബോസ്നിയ, ഇതേപോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ആഫ്രിക്കയിൽ ലിയോൺ എന്നെല്ലാം പറയുന്ന പല സ്ഥലങ്ങളിലേക്കും, അതുപോലെ പല രാജ്യങ്ങളിലും ഉഗാണ്ട അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഈ പറഞ്ഞ ആഭ്യന്തര യുദ്ധം വളരെ രൂക്ഷമാണ്. അപ്പോൾ നിയമങ്ങൾ യാതൊന്നുമില്ലാതെ മനുഷ്യനെ കണ്ടാൽ കൊന്നു തീർക്കുന്ന, അതുമല്ലെങ്കിൽ എതിർ ഗോത്രവർഗക്കാരനാണെങ്കിൽ, എതിർ ജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ ഇവരെ എല്ലാം കൊന്നൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടങ്ങളിലെ യുദ്ധങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഭടന്മാർക്ക് പലപ്പോഴും ഇതുമായിട്ട് വളരെയധികം മുകളിൽ നിന്നുള്ള മേലാളന്മാരുടെയും മറ്റും ഭാഗമായിട്ട് അവരുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു വശത്തേക്ക് വരികയാണെങ്കിൽ വേറെ രീതിയിൽ, ഉദാഹരണത്തിന് ഇതുകൊണ്ട് പ്രശ്നം അനുഭവിക്കുന്ന ജനത, ഇവർക്കെല്ലാം തന്നെ ഈ പറഞ്ഞ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വളരെ അധികരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈനംദിന, ഉദാഹരണത്തിന് ഫാമിലി കോൺഫ്ലിക്ട്സ്, ഇതേപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, അത് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമല്ല, നമുക്കറിയാം കുട്ടികളിലും അത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈവോഴ്സ്, അതുപോലെ തൊട്ടടുത്ത ഒരു കുടുംബാംഗത്തിന്റെ, അതുമല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു സുഹൃത്തിന്റെ ഇതിന്റെ എല്ലാം മരണം, ഇതിന്റെ എല്ലാം ആഘാതത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒന്ന് മുക്തി വരാനായിട്ട് കുറച്ച് സമയമെടുക്കാം. പ്രത്യേകിച്ച് ലോലഹൃദയരാണെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പാക്ട് കുറെ കാലം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ആൻസിയറ്റി നമുക്ക് പറയാൻ സാധിക്കും. ചില പ്രത്യേക രോഗാവസ്ഥകൾ നമുക്കറിയാം, ക്രോണിക് എയിൽമെന്റ്സ്, അതുമല്ലെങ്കിൽ ടെർമിനൽ ഇൽനസ് എന്നെല്ലാം നമ്മൾ പറയുന്ന, ഉദാഹരണത്തിന് നമുക്കറിയാം എയ്ഡ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ലോക എയ്ഡ്സ് ദിനം കഴിഞ്ഞു പോയത്. ഇപ്പോൾ എയ്ഡ്സ് ഉള്ള ഒരാളോട് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സപ്പോർട്ടും മറ്റും കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതേപോലെയുള്ള രോഗങ്ങൾ, അതേപോലെ ക്യാൻസർ അടക്കമുള്ള ചില വ്യാധികൾ ബാധിച്ചിരിക്കുന്നത്, സ്ട്രോക്ക് പേഷ്യൻസ്, അതായത് ഒരു വശം തളർന്നും മറ്റും ഇരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ തങ്ങളുടെ ഭാവി ജീവിതത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ഇത് വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. ഇനി മറ്റൊരു ആൻസിയറ്റി പറയുന്നത് സെപ്പറേഷൻ ആൻസിയറ്റി എന്ന് പറയും. അതായത് കൈക്കുഞ്ഞുങ്ങൾ, ഇൻഫൻസ് എന്ന് നാം പറയുന്ന ഈ ഒരു
കുട്ടികൾക്ക് ഒരു 10-12 മാസം കഴിയുമ്പോഴാണ് മാതാപിതാക്കളെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ വരുന്നത്. അതായത് ഇവരൊറ്റയാളേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതോടുകൂടി ഈ കുട്ടിക്ക് തന്നിൽ നിന്ന് മാതാവ് പിരിയുന്നത് വലിയൊരു സംഘർഷം ഉണ്ടാവുകയാണ്. കാരണം ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുക, അതായത് ഇത്രയും കാലം ഈ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് ഓരോ തവണയും വരുന്നത് വേറെ വേറെ ഒരേ മുഖച്ചായുള്ള പലരാണ്. പിന്നീടാണ് ഏതോ ഒരു നിമിഷത്തിൽ ഇവൻ തിരിച്ചറിയുകയാണ്. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഒരു ബോധോദയം പോലെ ഇവന്റെ മസ്തിഷ്കത്തിൽ ഇവൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് ഈ ഒരു മുഖമുള്ള അമ്മ ഒന്ന് തന്നെയേ ഉള്ളൂ, അതുമല്ലെങ്കിൽ ഈ മുഖമുള്ള അച്ഛൻ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒറ്റ ആളാണ് എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്ത് കുട്ടികൾ വളരെ, അപ്പോൾ മാതാപിതാക്കൾ മാറിക്കഴിയുമ്പോഴേക്കും ഇവർ കടുത്ത കരച്ചിലും ഇതെല്ലാം നടത്തും. അപ്പോൾ ഇതിനെല്ലാം തന്നെ, അപ്പോൾ ഇതും ഒരു ഫോബിയാണ്. നമ്മൾ അപ്പോൾ നമ്മൾ പലരും വിചാരിക്കും കൈക്കുഞ്ഞുങ്ങൾക്ക് ഭീതിയില്ല എന്ന്. കൈക്കുഞ്ഞുങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ സെപ്പറേഷൻ ആൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഉദാഹരണത്തിന് മയക്കുമരുന്നുകൾ, കഞ്ചാവ്, ഇതേപോലെയുള്ള സാധനങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് മസ്തിഷ്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ കെമിസ്ട്രിയിൽ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടും ആൻസിറ്റി, അതുമല്ലെങ്കിൽ ഉത്കണ്ഠ ഒരാളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫോബിയാസ് ആകാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ചില പ്രത്യേക സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാകാം, ഇങ്ങനെയായിട്ട് എല്ലാം തന്നെ നമുക്ക് ഉത്കണ്ഠയുടെ ഒരു സിംറ്റംസ് എന്ന് നമുക്ക്, അതുമല്ലെങ്കിൽ പല രീതിയിലുള്ള ഉത്കണ്ഠ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. തീർച്ചയായും പ്രേക്ഷകർക്കും ഉത്കണ്ഠയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏതുതരം ലക്ഷണങ്ങൾ ആണ് ഉത്കണ്ഠ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ഉത്കണ്ഠയിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോ പോയിന്റിന് ചർച്ച ചെയ്തു. രാത്രി 8 മണിക്ക് തത്സമയം പ്രേക്ഷകർക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 052-946-2353. ഒരുപാട് നല്ല പ്രോഗ്രാംസ് മലയാളികൾക്കായി കാഴ്ചവെച്ചിട്ടുള്ള NTV ചാനൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു റീലോഞ്ചിലൂടെ വരുവാണ് പുതിയൊരു രൂപത്തിൽ. തീർച്ചയായിട്ടും ഇതിലും നല്ല പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുക. NTVയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ എല്ലാ ആശംസകളും. സ്വാഗതം ചെയ്യുന്നു കരിവളി കൺവെൻഷൻ. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്കണ്ഠയെ കുറിച്ചാണ്. ഉത്കണ്ഠ ഒരു അസുഖമാണ്. ഒപ്പം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഉത്കണ്ഠ നമ്മെ അലട്ടുന്നുണ്ടോ, നമ്മൾക്ക് തന്നെ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ അല്പം ഉത്കണ്ഠയുള്ള കൂട്ടത്തിലാണോ അല്ലയോ എന്ന്. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തരാൻ ഡോക്ടർ ദിനേശ് പണ്ടയാണ് നമ്മുടെ FDA എത്തിയിരിക്കുന്നത്. ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് പാർട്ണറുമാണ് ഡോക്ടർ ദിനേശ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പൊതുവെ എന്താണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. പല തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഉത്കണ്ഠയെ കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. ഇനി നമ്മൾക്ക് പൊതുവെ ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് മാനസിക അസുഖം അല്ലെങ്കിൽ ഒരു നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത്? അത് തീർച്ചയായിട്ടും ചാന്ദിനി ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്
വലിയ ഒരു സംവാദം തന്നെ നടക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഉത്കണ്ഠ എന്നുള്ളത്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ അടക്കമുള്ള വിഷാദ രോഗങ്ങൾ, ഇതെല്ലാം ആയിട്ട് നാം പൊതുവെ മാനസിക രോഗങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ പ്രത്യേക അവസ്ഥകൾ. ഈ പ്രത്യേക അവസ്ഥകൾ കേവലം മനസ്സിന്റെ ഒരു താളം തെറ്റലാണോ? ഇതൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും എന്തുകൊണ്ട് മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ രീതിയിൽ താളം തെറ്റിപ്പോകുന്നു? ഞാൻ ഇത്തരത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. കാരണം ഹലോ നമസ്കാരം. നമസ്കാരം, പറയൂ. ഞാനിങ്ങനെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഒരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് എന്താ പറയുക, ഈ പാമ്പിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. പാമ്പിന്റെ എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹിക്കിന്റെ. അപ്പോൾ ഈ പറഞ്ഞ അത് സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ഈ പരിപാടിയിൽ സൂചിപ്പിച്ച സൂഫോബിയ എന്ന് പറയുന്ന ഒരു പേടി, അതിന്റെ ഭാഗമായിട്ട് അതെ. അപ്പോൾ ഇത് പാമ്പുകളോടുള്ള പേടി എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് ഒരു വിധത്തിൽ. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ കുട്ടിക്കാലത്ത് തന്നെ പലപ്പോഴും മുത്തശ്ശിമാർ പേടിപ്പിക്കാനും മറ്റും പാമ്പ് വരുന്നു, അതുമല്ലെങ്കിൽ കോക്കാച്ചി വരുന്നു, ഇങ്ങനെയുള്ള പദങ്ങളാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എല്ലാം മനസ്സിൽ ഈ ഒരു ഭീതി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞാല് ഈ പാമ്പിനോടുള്ള പേടിയല്ല, അതിന്റെ ആ ഒരു പിക്ചേഴ്സോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പേടിയാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ എന്തായാലും മാത്യൂസിന് ഇത് ദൈനംദിന ജീവിതത്തെയോ അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെയൊന്നും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമല്ലോ. വല്ലപ്പോഴും പാമ്പിന്റെ വല്ലപ്പോഴും ഒരു പാമ്പിന്റെ പടം കണ്ടു, അതുമല്ലെങ്കിൽ നെറ്റിലോ മറ്റോ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിന്റെ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറപ്പും വെറുപ്പും, ഇതല്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം. അപ്പോൾ ഇതാണ്. അപ്പോൾ ആൻസിറ്റി ഡിസോർഡർ എന്നെല്ലാം നമുക്ക് പറയുന്ന തരത്തിലേക്ക് ഈ സംഗതി എത്തണമെങ്കിൽ അപ്പോൾ പാമ്പിനോട് പേടിയില്ല എന്ന് തന്നെ മാത്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചിന്തിച്ചെടുക്കാം. ഒന്ന്, ഗൾഫിലെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഫ്ലാറ്റുകളിലും ഇതിനും എന്തായാലും പാമ്പ് ഉണ്ടാകാനുള്ള സാധ്യത തുച്ഛമാണ്. പിന്നെ രണ്ട്, നാം ഇതേപോലെ തന്നെ ഓർത്തെടുക്കേണ്ട മറ്റൊരു വസ്തുത, ഈ പാമ്പിന്റെ പടങ്ങളോടാണ് മാത്യൂസിന് ഭയം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കാനുള്ള സാഹചര്യം സെൽഫായിട്ട് ഇതിനെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അതല്ലാതെ ഇപ്പോൾ നമ്മളുടെ ഒരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട്, അതുമല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഒരു വനപാലകനാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി, നമ്മളുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട് വേണം നാം ഈ പറഞ്ഞ ആൻസൈറ്റി പ്രോബ്ലംസിനെ വേർത്ത് കാണാനായിട്ട്. ഉദാഹരണത്തിന് മാത്യൂസ് ഒരു വനപാലകനാണ്, അതുമല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. എന്നിട്ടാണ് ഈ ഒരു പേടി പറയുന്നതെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ തന്നെ വളരെ ശക്തമായ ഒരു ചികിത്സ നാം നിർദ്ദേശിക്കണം. കാരണം നിങ്ങളുടെ ഒരു വനപാലകന് അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ദൈനംദിന ജീവിതത്തിൽ പാമ്പിനെ കാണാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ മാത്യൂസിന്റെ ജീവിത സാഹചര്യം തികച്ചും വ്യത്യസ്തമായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അധികം ടെൻഷൻ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതേപോലെ തന്നെ ഒരു പ്രശ്നം കൂടെ. അതായത് ഞാനിപ്പം റൂം ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാറില്ല, പക്ഷെ എപ്പോഴും ഒരു ടെൻഷനാണ്. അയ്യോ ലോക്ക് ചെയ്തിരുന്നോ, കമ്പോർഡ് ലോക്ക് ചെയ്തിരുന്നോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ആൻസൈറ്റി, അതുമല്ലെങ്കിൽ ഉത്കണ്ഠയുടെ ഒരു ലക്ഷണങ്ങൾ തന്നെ മാത്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിലാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ മനസ്സിനെയും മറ്റും ശാന്തമാക്കുന്ന ഈ രീതിയിലുള്ള അകാരണമായ ഭീതികളെല്ലാം അകറ്റിക്കളയാനായിട്ട് സഹായകമാണ് അശ്വഗന്ധം, അതേപോലെ തന്നെ ബ്രഹ്മി തുടങ്ങിയ പരമ്പരാഗതമായ ചികിത്സകളുടെ ഭാഗമായിട്ടുള്ള ചില മരുന്നുകൾ. ഇവയുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം വേണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള OCD, അതുമല്ലെങ്കിൽ ഇതേപോലെയുള്ള അകാരണമായ സംശയങ്ങളെന്ന് മാത്യൂസിന് തന്നെ വ്യക്തമായിട്ടൊരു ബോധമുള്ള സ്ഥിതിക്ക് യോഗയുടെയും ധ്യാനത്തിന്റെയും മറ്റും പരിശീലനം തീർച്ചയായിട്ടും ഇതിന് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ടുള്ള മെഡിറ്റേഷൻ നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രി, അതായത്
മസ്തിഷ്കത്തിൽ പൊതുവെ നമ്മൾക്ക് ശാന്തത കൈവരുത്താനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എൻകഫലിൻ, എൻഡോർഫിൻസ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക രാസവസ്തുക്കളാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ സന്തുലനം തിരികെ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും യോഗയുടെയും ധ്യാനമുറകളുടെയും അതുപോലെ തന്നെ പ്രാണായാമങ്ങളുടെയും എല്ലാം പരിശീലനം സ്വാഭാവികമായിട്ടും സഹായകമാകും. അപ്പോൾ ഒരു വശത്ത് യോഗയുടെ ധ്യാനത്തിന്റെയും പരിശീലനം, മറുവശത്ത് ഈ പറഞ്ഞ രീതിയിൽ പരമ്പരാഗത ചികിത്സയിൽ ഉള്ള ചില മരുന്നുകളുടെ ഉപയോഗം, ഇവയെല്ലാം കോർത്തിണക്കിയാൽ തീർച്ചയായിട്ടും മാത്യൂസിന് ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തു സാധിക്കാൻ കഴിയും. ഇത് പേടിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ചോദ്യത്തിന്റെ ഒരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ചോദ്യത്തോട് ചേർത്ത് വെക്കാവുന്ന, നമുക്കൊരു വസ്തുവിനോട് ഒരു പേടി തോന്നുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ നേരിട്ട് കാണുകയോ, പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്ന ഒരു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് എന്ന്, നേരിട്ട് കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഒരു പേടി അതിൽ നിന്ന് മാറുന്നു. അത് എത്രമാത്രം സത്യമാണ്? അല്ല, ഇതാണ് പലപ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള അകാരണമായിട്ടുള്ള ഭയങ്ങൾ. ഈ ഭയങ്ങളെ പലരും ചെയ്യുന്നത് കേവലം മരുന്നുകൾ വെച്ച് മാത്രം മാനേജ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിനോട്, ഉദാഹരണത്തിന് ഫ്ലൈറ്റ്, ഈ പറഞ്ഞ ഏവിയോഫോബിയ, അതുമല്ലെങ്കിൽ നമുക്ക് വിമാനത്തിലിരുന്ന് പറക്കാനുള്ള അതിനോടുള്ള ഒരു ഭീതിയാണ് വരുന്നത്, അതുമല്ലെങ്കിൽ അക്രോഫോബിയ. ഇതിന് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് പതുക്കെ അക്ലിമറ്റൈസേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ വിമാനത്തിൽ സഞ്ചരിക്കാൻ ഭയമുള്ളവർ ആദ്യമായി ചെയ്യേണ്ടത് ഒരു വിമാനത്തിന്റെ പ്രവർത്തനം എങ്ങനെ, അതല്ലാതെ വിമാനാപകടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുകയല്ല പലരും ചെയ്യുന്നത്. ഈ ഒരു പേടി വന്നു കഴിഞ്ഞാൽ ഈ പേടിക്ക് ഉപോത്ബലകമായിട്ട് എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം ചെയ്തിട്ട് വെക്കാൻ തുടങ്ങും. അതായത് ഇതുവരെ നടന്നിട്ടുള്ള വിമാനാപകടങ്ങൾ, അതിന്റെ മരണനിരക്കുകൾ, കനിഷ്ക ദുരന്തം, അതിൽ മരിച്ചവരുടെ എണ്ണം. കാരണം ഇത് എന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു തവണ നേരിട്ടിട്ടുള്ളതാണ്. ഒരു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു രോഗി വന്നപ്പോൾ ഒരു വിമാന അപകടങ്ങളെ കുറിച്ച് അത് ഏവിയേഷൻ അതോറിറ്റിക്കോ മറ്റോ അയച്ചു കൊടുത്താൽ പുള്ളിക്ക് വലിയ അവാർഡും കിട്ടും. ആ രീതിയിൽ അത്ര വലിയൊരു ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാമുള്ള ഡീറ്റെയിൽസ് വളരെ, പക്ഷെ ഇന്ന് ആള് വളരെ സന്തോഷവാനായിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ അതിനോടുള്ള പേടിയെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ പേടിയെല്ലാം മാറാനായിട്ട് ഈ പറഞ്ഞ മരുന്നുകൾ ഒരു വശത്ത്, യോഗയുടെ ഇതും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കുറേശ്ശെ നമ്മളൊരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് പിന്നെ എയർപോർട്ടിൽ പോയി ഈ പറഞ്ഞ വിമാനങ്ങൾ ഉയരുന്നതും അതുപോലെ തന്നെ, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, താഴുന്നതും എങ്ങനെ, ആ പ്രക്രിയ കാണാനായിട്ട് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറയും. അക്ലിമറ്റൈസേഷൻ എന്നുള്ള പദം എന്താണ്? സാധാരണ മലകളിലെല്ലാം കയറുന്നവർക്ക് ഈ ഉയരങ്ങളിനോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ബേസ് ക്യാമ്പ് എന്ന് പറയും. ഇവിടെ കുറച്ചു കാലം, അതായത് ഉയർന്ന ഇതിൽ തന്നെ ഇപ്പോൾ എവറസ്റ്റിലാണ് കയറേണ്ടതെങ്കിൽ ഒരു കുറെ അടി താഴ്ചയിൽ ആയിട്ടൊരു ബേസ് ക്യാമ്പ് ഉണ്ടാക്കി അവിടെ കുറച്ചു കാലം കഴിയുന്നു. ഈ രീതിയിൽ ആ മനസ്സും ശരീരവും ഇതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഇത് തന്നെ മനസ്സിന്റെ കാര്യത്തിലും ബാധകമാണ്. കേവലം മരുന്നുകൾ, ഏതെങ്കിലും സെഡേറ്റീവ്സ് വെച്ച് കൊടുത്ത് വിമാനത്തിൽ തളർന്നിരിക്കുക എന്നുള്ളതല്ല ഇതിനുള്ളൊരു പ്രതിവിധി. കാരണം വീണ്ടും പറക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ തവണയും ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ച് മയങ്ങിയിരിക്കുക, അതുമല്ലെങ്കിൽ മദ്യപിച്ച് മധുമത്തനായിട്ട് ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നുള്ളതല്ല ഇതിനുള്ള പരിഹാരം. അപ്പോൾ ഓരോ പേടികളെയും അകറ്റാനായി അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികളാണ്. അത് ഒരു ഡോക്ടറുടെ, അതുമല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ, സൈക്കോളജി കൗൺസിലറുടെ രീതികൾ അനുസരിച്ചിട്ടാണ് അതിന് മാറ്റങ്ങൾ വരിക. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല മറ്റൊരു ഡോക്ടർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ വളരെ വൈയക്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെ ഒരു സാധനത്തിനോട് പേടിയുണ്ടെങ്കിൽ ആ പേടിയിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. പതുക്കെ നിങ്ങൾ തന്നെയാണെങ്കിൽ ശ്രമിച്ച്, ഉദാഹരണത്തിന് ഇരുട്ടിനോട് പേടിയുള്ളവരുണ്ട്. അപ്പോൾ ഇരുട്ടിനോട് പേടിയുള്ളവരാണെങ്കിൽ ഒന്ന് അല്പസമയം ഇരുട്ടാക്കുക, ഒരടച്ച മുറിയിലിരുന്ന് ഒന്ന് ഇരുട്ടാക്കുക, പിന്നെ ഒന്ന് വെളിച്ചത്തിലേക്ക് വെളിച്ചമിടുക. ഇങ്ങനെ അല്പസമയം, പിന്നെ ഈ സമയം ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഇങ്ങനെ നമുക്ക് ഇതിനോട് സ്വാഭാവികമായിട്ട് പൊരുത്തപ്പെടാൻ. കാരണം ഇരുട്ടിലിരുന്നാൽ പിന്നെ കുറച്ച് സമയം ഇരുട്ടിലിരുന്ന് കഴിയുമ്പോൾ ഇരുട്ടിലിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇരുട്ടിനോടുള്ള ഭീതി മാറും. ഇതേപോലെ തന്നെ അപ്പോൾ എന്താണ് ഇങ്ങനെ ഇരുട്ട് മുറിയിൽ ഇരിക്കുന്നത്, അതും അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ഒരല്പസമയം ഒന്ന് പ്രാണായാമങ്ങളോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീപ് ബ്രീത്തിങ്, ശ്വസനക്രിയകളോ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് അടച്ചിട്ടിരുന്നത് കൊണ്ട്
വായുവിന്റെ കുറവുണ്ടോ എന്നുള്ള ഒരു ഭീതിയാണ് പലർക്കും ഉണ്ടാകുന്നത്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മനസ്സുമായുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഈ ഒരു ഉത്കണ്ഠ എന്ന് പറയുന്ന മനസ്സുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ സംസാരിച്ച് നിർത്തിയത് അവിടെയായിരുന്നു. ഈ മനസ്സിന്റെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതിൽ അതിനെ കുറിച്ച് തുടർന്നൊന്ന് പറഞ്ഞാൽ. ആയിക്കോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് സ്വാഭാവികമായും മനസ്സിന്റെ മാത്രം ഒരു വ്യതിയാനമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെ കാണേണ്ടതില്ല. ഇന്ന് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിന് നമുക്ക് ശരിക്കും സ്ട്രെസ് അതല്ലെങ്കിൽ ജീവിത സംഘർഷം എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ളതിന്റെ അടിത്തട്ടിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതായത് എപ്പോഴും ജീവിത സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ഒരു തവണ ഒരു ടെൻഷൻ ജീവിത സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിൽ നിലനിൽക്കുന്നത്, പലപ്പോഴും ജീവിത സംഘർഷങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ മസ്തിഷ്കത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ രാസവസ്തുക്കളുടെ അളവിലുള്ള കുറവിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ഈ രാസവസ്തുക്കളുടെ സന്തുലനത്തിലും കുറവുണ്ടാകുന്നു. ഇതാണ് ഈ പറഞ്ഞ ഉത്കണ്ഠയ്ക്കാണെങ്കിലും ബാക്കിയുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തന്നെ ഒരു കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വശത്ത് മരുന്നുകൾ അതോടൊപ്പം തന്നെ ഇതിൽ രോഗിയുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇതിൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പോൾ വിഷാദ രോഗത്തിന്റെ എല്ലാം കാര്യത്തിൽ ഇവർ ആൻസൈറ്റി ഉള്ളവർ പലപ്പോഴും തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന മിഥ്യാധാരണകൾ, ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി കണ്ടാൽ ഞാനൊരു മനോരോഗിയായിട്ട് മുദ്ര കുത്തപ്പെടുമോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്നത്, എനിക്ക് മാനസികം എന്നുള്ള പേര് തന്നെ എനിക്ക് അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മാനസികം എന്ന് പറയുമ്പോഴേക്ക് ഭ്രാന്ത് വട്ട് എന്നെല്ലാമാണ് ആളുകളുടെ ധാരണ പോകുന്നത്. ഒരിക്കലുമല്ല. കാരണം നിങ്ങളുടെ തന്നെ ശരീരത്തിലെ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. ഉത്കണ്ഠയും ഡിപ്രഷനും എല്ലാം ഉണ്ടാകാം. ഞാൻ ഇത്തരത്തിൽ ഓർക്കുന്നത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5-6 മാസം ചില സ്ത്രീകളിലെങ്കിലും കാണുന്ന വളരെ മാരകമായിട്ടുള്ള എന്താണ് പറയുന്നത് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അതായത് ചില സ്ത്രീകൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് വരും. നമ്മൾ ചിന്തിക്കും, പലപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല കുടുംബജീവിതം എന്ന് പുറമേ നിന്നെങ്കിലും തോന്നുന്ന വളരെ സുന്ദരമായ ജീവിതം നയിച്ച ചില കുടുംബങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന അവസ്ഥയെങ്കിലും ഈ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു കൈക്കുഞ്ഞ് ഇരിക്കെ എന്തുകൊണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു, അതുമല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്തുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ കൂട്ടുകുടുംബങ്ങളുടെ തകർച്ചയുടെയും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടറിവുകളുടെയും അതുപോലെ നാട്ടുപഴമകളുടെയും എല്ലാം തന്നെ നന്മയുടെ സംസ്കൃതി നമ്മളുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ്. കാരണം നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് നമ്മളുടെ പ്രവാസികൾക്കിടയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ ഡിപ്രഷൻ അഥവാ ഈ പറഞ്ഞ വിഷാദ രോഗവും എല്ലാം തന്നെ ഒരു പരിധി വിട്ട് ഉള്ള അളവിൽ കാണുന്നുണ്ട്. ഇതിന് ഒന്നാമതായിട്ടുള്ള കാരണം, ഏതൊരു ടെൻഷൻ വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാതന്ത്ര്യമേകേണ്ട കരങ്ങൾ ഇന്ന് പ്രവാസിക്ക് കൂടെയില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു പ്രശ്നം വന്നാൽ അത് ഏറ്റവും ആദ്യം തുറന്ന് പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഇത് പലപ്പോഴും നമുക്കൊരു ധൈര്യമാണ്. എന്നാൽ ഇന്ന് പ്രവാസിക്ക് അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. കാരണം നമുക്കറിയാം 70 മുതൽ 80% വരെയെങ്കിലും പ്രവാസികളുടെ കുടുംബങ്ങൾ നാട്ടിലാണ്. അപ്പോൾ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഇത് കേവലം മദ്യപാനത്തിലൂടെയോ 10-100 സിഗരറ്റുകൾ വലിച്ചു കൂട്ടിയോ ഇതിനെ അടക്കേണ്ട ഒരു അവസ്ഥയിൽ പല പ്രവാസികളും എത്തുന്നുണ്ട്. 2, ഈ പറഞ്ഞ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രസവാനന്തരമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയ്ക്ക് വലിയൊരു കാരണം, പണ്ടാണെങ്കിൽ ഒരു പ്രസവ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് അത്രമാത്രം പരിചരണം, ഒരു രാജ്ഞിയെ പോലെയാണ്
കുടുംബാംഗങ്ങൾ പരിചരിക്കുന്നു എന്നും അതെ. പക്ഷേ ഇവിടെ രാജ്ഞിയെ പോലെ പരിചരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങൾക്കുണ്ടാകാം, ചിലപ്പോൾ ഭാര്യയുടെ തന്നെ ജോലിയുടെ സാഹചര്യങ്ങൾക്കുണ്ടാകാം, പലപ്പോഴും 7-ാം മാസവും 8-ാം മാസവും എല്ലാം ജോലിക്കായി ഓടിപ്പടിഞ്ഞു പോകേണ്ട അവസ്ഥ പലരിലും കാണുന്നുണ്ട്. വലിയ കമ്പനികളിലെല്ലാം ആണെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ലീവും മറ്റും, അതുമല്ലെങ്കിൽ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഗർഭകാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് മോർണിംഗ് സിക്നസ്. നമുക്കറിയാം, ഒരു സ്ത്രീയെ വല്ലാതെ ഒലിച്ചു കളയുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ മോർണിംഗ് സിക്നസ് ഉണ്ടെങ്കിൽ എത്ര കാലം, കാരണം ഡെലിവറിക്കും അതിനോടനുബന്ധിച്ചുള്ള സമയത്തിനും എല്ലാം ലീവ് കിട്ടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടെന്ന് പറഞ്ഞ് എത്ര സ്ത്രീകൾക്ക് ലീവ് എടുക്കാൻ സാധിക്കും? അപ്പോൾ ഇത് പലപ്പോഴും, അപ്പോൾ ഗർഭകാലത്ത് നമുക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള പരിചരണം പലപ്പോഴും സ്ത്രീകൾക്ക് ലഭ്യമാകുന്നില്ല. ഇത് തന്നെ ഇതിന്റെ ഒപ്പമായിരിക്കാം പലപ്പോഴും ഭർത്താവ്, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹൗസ് മെയ്ഡ് ആയിരിക്കും പലപ്പോഴും കൂടെ മാക്സിമം ഉണ്ടാകുന്നത്. ഇവർ പല മൂടുകളിലായിരിക്കാം. ഭർത്താവ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തോ പറഞ്ഞു, ഇതെല്ലാം മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ്. പിന്നീട് പ്രസവാനന്തരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുക, പ്രസവാനന്തരം ഇവിടെ ഭർത്താക്കന്മാർക്കുള്ള ഒരു ഉപദേശം അതാണ്. അതുമല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 മാസം ഭാര്യമാരെ വളരെ മാനസികമായി തൃപ്തിപ്പെടുത്തിയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും സ്ത്രീകളുടെ സ്വഭാവത്തിൽ തന്നെ ഈ ഒരു സമയത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കും. ഭർത്താവ് ചിന്തിക്കുക, ഇത് ഭാര്യയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നതോടുകൂടി എന്നോടുള്ള താല്പര്യക്കുറവായിട്ടോ, അതുമല്ലെങ്കിൽ ഇത് എന്റെ കുഞ്ഞല്ലേ എന്നുള്ള സംശയത്തിലേക്കെല്ലാം ഈ രീതിയിൽ പോകാം. പലപ്പോഴും ഇത് സ്വാഭാവികമായിട്ട് പ്രസവാനന്തരം ഉണ്ടാകുന്ന ഒരു താത്കാലികമായ മാനസികാവസ്ഥയാണ്. ഇതിന് പരിപൂർണമായ പിന്തുണ, കുടുംബത്തിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത് ഒരു കുടുംബ സംഘർഷത്തിലേക്ക് വഴിതെളിക്കുന്നതാണ് ഇന്ന് പല പ്രവാസികൾക്കിടയിലും പ്രവാസ കുടുംബങ്ങളിലും കാണുന്നത്. കാരണം ഇത് തന്നെ. കാരണം പണ്ടാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറയാനും അതുമല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും മുത്തശ്ശനും അമ്മാവനും ചിറ്റയും ചിറ്റപ്പനും വാപ്പയും ഉമ്മയും എല്ലാം ഉണ്ട്. ഇന്ന് അതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ന്യൂക്ലിയർ കുടുംബങ്ങളുടേതായിട്ടുള്ള വിസ്ഫോടനാത്മകത എന്ന് തന്നെ നമ്മളതിനെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ധാരാളം, നമ്മളിതിനെ കേവലം ഒരു മാനസിക രോഗം എന്ന ആൻസിയറ്റിയെ അതുമല്ലെങ്കിൽ ഉത്കണ്ഠയെ വിളിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനെ ഒരു വളരെ സാമൂഹികമായ കുടുംബപരമായിട്ടുള്ള പിന്തുണ ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ കാണുന്നത്. ചെറിയ ഇടവേള കൂടെ കഴിഞ്ഞു തീർച്ചയായും തിരിച്ചു. NutriBoost, your daily fuel. NutriBoost, the delicious new probiotic laban from Al-Rawabi, enriched with vitamins, minerals and oats. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലോ പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. രാത്രി 8 മണിക്ക് തത്സമയം. പ്രേക്ഷകർക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 052-946-2353. തിരിച്ചെത്തുന്നു കരിവളിയും കൺമഷിയും. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്കണ്ഠയെ കുറിച്ചാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അതിഥി ചെയ്തിരിക്കുന്ന ഡോക്ടർ ദിനേശ് ഗുപ്ത. ഡോക്ടർ നമ്മൾ സംസാരിച്ചു നിർത്തിയത് മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക തലങ്ങളെ കുറിച്ചാണ്. ഈ ഉത്കണ്ഠയും മാനസിക തലങ്ങളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചു നിർത്തിയത്. ഇതിന്റെ ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ഇത് പലപ്പോഴും ഉത്കണ്ഠ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം മനസ്സിന്റെ ഈ ഒരു സംഭ്രമം എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, പാനിക് അറ്റാക്സ് എന്ന് പറയും. ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂടെ തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഹൃദയമെടുപ്പ്, പാൽപിറ്റേഷൻ എന്നാണ് പറയുക. ചിലർക്കെങ്കിലും നെഞ്ചിടിപ്പ്, നെഞ്ച് വിട്ടും എന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്നതായിട്ട് പലരും പറയും. ഡോക്ടറൊന്ന് പിടിച്ചു നോക്കിയത് തള്ളി വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള ഹൃദയമെടുപ്പ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വിയർപ്പ്, ശരീരം വിയർത്ത് കുളിക്കുക. അതാണ് പലപ്പോഴും ഈ പാനിക് അറ്റാക്സ് എല്ലാം ആയിട്ടുള്ള രോഗികളെ നമുക്ക് ECG പരിശോധനയ്ക്ക് വിധേയരാക്കിയാൽ മാത്രമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുന്നത്. കാരണം ഒരു ഹൃദയാഘാതത്തിന്റെ എല്ലാ വിധത്തിലുള്ള ലക്ഷണങ്ങളും ഇവർ മിമിക്ക് ചെയ്യും. ഇതാണ് വേദന പറയും, അതോടൊപ്പം തന്നെ ശരീരമാകെ സംഭ്രമം പറയും, വിയർക്കുന്നു, ശ്വാസം കിട്ടായിക, ഇങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവർ പറയാറുണ്ട്. അതേപോലെ തന്നെ ശ്വസന തടസ്സം ഈ പറഞ്ഞ രീതിയിൽ വല്ലാത്ത രീതിയിൽ. കാരണം ഇതെല്ലാം തന്നെ നമ്മളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അമിതമായിട്ടുള്ള, സിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തിന്റെ അമിതമായിട്ടുള്ള ഒരു പ്രക്രിയ. ഇതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് തോന്നുന്നത്. ഇതേപോലെ തന്നെ കടുത്ത തലവേദന, ഇങ്ങനെ ഉറക്കക്കുറവ്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഉത്കണ്ഠയുടെ അതുമല്ലെങ്കിൽ ആൻസൈറ്റിയുടെ ശാരീരിക ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. ഈ നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേട്ട് തഴമിച്ച ഹാർട്ട് അറ്റാക്ക് എപ്പോഴും പറയുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ ഇതിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ പലപ്പോഴും ഇതിനു മുന്നേ ഈ തരത്തിലുള്ള അറ്റാക്കുകൾ വന്നിട്ടുള്ളവരാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കും ഇവർക്കെല്ലാം തന്നെ ഇത് മനസ്സിലാകും. എന്നാൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ, ഉദാഹരണത്തിന് ബാച്ചിലർ ആയിട്ട് 3-4 ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു മുറിയിൽ ഒരാൾക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർ ധരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഹൃദയാഘാതമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്ലിനിക്കിൽ ചെന്നാൽ ഇവർക്ക് ഇത് പാനിക് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞ് കേവലം കുറച്ച് മരുന്നുകൾ എഴുതി കൊടുക്കേണ്ട സാധ്യമല്ല. സ്വാഭാവികമായിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ മാരകമാണ്. ബാക്കിയുള്ളവരെയും കൂടി, ഇവർ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി ഭീതിയിലാക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പലപ്പോഴും ആൻസൈറ്റി പ്രസന്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ, ഇതിന് ചെറിയൊരു ലക്ഷണം എന്ന് പറയാമോ അറിയില്ല, എങ്കിലും പലർക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഒരു പേടി വരാറുണ്ട്. അതും ഈ ഒരു ഉത്കണ്ഠയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിന് കാരണമായി പറയും. ഒപ്പം രാത്രിയിൽ തനിയെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ റൂമിൽ ഇരിക്കാൻ ഒരു പേടി, ക്രൗഡിനെ കാണുമ്പോൾ പേടി. അത് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇത് എത്രമാത്രം കേവലം എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒരു പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കൂടി നമ്മളത് കൂട്ടി വായിച്ച് വേണം ഒരു രോഗാവസ്ഥ, അതും അല്ലെങ്കിൽ ഒരു ഫോബിയ എന്തുമാത്രം മാരകമാണ് എന്നുള്ളത് പറയാനായിട്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കൊരു ഭീതിയുണ്ട്, ശരി. ഞാൻ നേരത്തെ ഇപ്പോൾ മാത്യൂസ് പറഞ്ഞ പോലെ പാമ്പുകളോടുള്ള ഒരു പേടിയുണ്ട്. ഈ ഭീതി കൊണ്ട് മാത്യൂസിന് എന്തെങ്കിലും സ്വന്തം ക്വാളിറ്റി ഓഫ് ലൈഫ്, അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു എന്താണ് പറയുന്നത്, ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പേടി ഇതൊരാൾക്കുണ്ടെങ്കിൽ ശരി, ഇയാൾക്ക് നൈറ്റ് ഷിഫ്റ്റിന് സ്ഥിരം പുറത്തു പോകേണ്ട ആളാണ്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്, കൂട്ടിന് ആരെയും കൂട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം കൂട്ടി ഇണക്കി വേണം ചിന്തിക്കാൻ. എന്നിട്ട് വേണം ഇതിന്റെ രൂക്ഷതയെക്കുറിച്ച് നാം ഒരു ഇത് പറയാനായിട്ട്. അതല്ലാതെ ചെറിയൊരു പേടി രാത്രിയിൽ ഒറ്റയ്ക്ക് പോകാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഉടൻ തന്നെ അതിനൊരു ചികിത്സ എടുക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, അതുമല്ലെങ്കിൽ ജോലിയെ എല്ലാം ബാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രശ്നമാണ് അതെങ്കിൽ തീർച്ചയായിട്ടും അതിന്, ഉദാഹരണത്തിന് ഒരു സ്വിമ്മർ, അതുമല്ലെങ്കിൽ ഒരു അണ്ടർ വാട്ടർ എന്താണ് പറയണ്ടേ വെൽഡർ, ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഹൈഡ്രോഫോബിയ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിന്റെ, അതുമല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനെ അന്നമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഉടൻ തന്നെ പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സെൽഫായിട്ടുള്ള ചില മാർഗങ്ങളിലൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യോഗയുടെയും മെഡിറ്റേഷന്റെയും ധ്യാനത്തിന്റെയും എല്ലാം സ്ഥിരമായിട്ടുള്ള അഭ്യാസങ്ങൾ. കാരണം ഇതെല്ലാം കേവലം അഭ്യസിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ യോഗ എന്നുള്ളത് സ്വന്തം ജീവിതക്രമത്തിൽ അതിന്റെ പ്രാണായാമത്തിന്റെയും മെഡിറ്റേഷന്റെയും എല്ലാം ചില എലിമെന്റ്സ് എങ്കിലും ഇഴുക്കി ചേർക്കുകയാണെങ്കിൽ അത് ഉത്കണ്ഠയെ പ്രതിരോധിക്കാനായിട്ട് വളരെ സഹായിക്കും. ഉദാഹരണത്തിന് ഞാനത് പറയാൻ കാരണം,
നമ്മൾ മൈഗ്രെയിൻ എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതാണ്. ഒരു തലവേദന വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴേക്ക്, അതുമല്ലെങ്കിൽ ആസ്മാരോഗ്യത്തിലാണെങ്കിൽ ആസ്മ എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ, അതുമല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഈ ഒരു തലവേദനയെ മെഡിറ്റേഷനിലൂടെ, ധ്യാനക്രമത്തിലൂടെ, അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ ചെയ്ത് ഇതിനെ ഒഴിവാക്കാനായിട്ടൊരു ശ്രമം നടത്താവുന്നതാണ്. ഈ ഒരു ഭീതി വന്ന് തുടങ്ങുമ്പോൾ തന്നെ പലരും ഈ സമയത്ത് സംഭ്രമിച്ച് ഈ രോഗാവസ്ഥയ്ക്ക് കീഴടങ്ങാനായിട്ട്, പരിപൂർണമായി കീഴടങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വരൂ എന്നെ കീഴടക്കൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ രോഗത്തെ മരുന്നുകൊണ്ടുള്ള പ്രതിരോധം ഒരു വശത്ത്, പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി അത് മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ശാരീരിക രോഗങ്ങളെയാണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ എതിർത്ത് നിൽക്കുവാൻ ഏറ്റവും വേണ്ടത് മാനസികമായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ്. മാനസികമായ ഒരു പൊരുതൽ നടത്തിയാൽ തീർച്ചയായിട്ടും ഉത്കണ്ഠയാണെങ്കിലും വിഷാദമാണെങ്കിലും ഈ അവസ്ഥകളെല്ലാം സംജാതമാകുന്നതിന് മുന്നേ തന്നെ, അതുമല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ചില സെൽഫ് മാനേജ്മെന്റ് ടെക്നിക്സ് ഒന്ന് ചെയ്യുക. അത് തീർച്ചയായിട്ടും നമ്മളെ ഈ രോഗാവസ്ഥയുടെ കാഠിന്യത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അറ്റാക്ക് വഴിമാറി പോകുന്നതിന് വരെ അത് വളരെ സഹായകമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കൊരു കോളർ കൂടെ ചെയ്യുകയാണ്. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ഇത് നമസ്കാരം. പേര് പറയൂ. പറയൂ സുനില. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് സുനില എന്നാണ്. ഓക്കെ, സുനില. കേട്ടു. ടിവിയുടെ ശബ്ദം നന്നായിട്ട് കുറച്ചുള്ളൂ. ഓക്കെ. അത് എനിക്ക് ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഈ പാനിക് അറ്റാക്ക് വരാറുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് പ്രതിവിധി? അതാണ് സുനില. എത്ര വയസ്സുണ്ട് സുനിലേക്ക്? എനിക്കിപ്പം 42. അപ്പോൾ സുനില, ഞാൻ ഈ പ്രോഗ്രാം ശരിയായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം പാനിക് അറ്റാക്സിനെ എതിർക്കുക എന്നുള്ളതിന് മരുന്നുകൾ മാത്രമല്ല, മരുന്നും മന്ത്രവും ഒരു വഴിക്ക് നടന്നോട്ടെ, പക്ഷേ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ പാനിക് അറ്റാക്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ, ആയുർവേദത്തിലും പ്രകൃതി ജീവന തത്വങ്ങളിലും എല്ലാം തന്നെ ധാരാളം മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അശ്വഗന്ധം, ബ്രഹ്മി, തുളസി ഇങ്ങനെയുള്ള മരുന്നുകൾ, അവയുടെ പല രൂപത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അവയുടെ ഉപയോഗം, അതോടൊപ്പം തന്നെ ചില പ്രത്യേക തരത്തിലുള്ള പരമ്പരാഗത ചികിത്സകൾ, ഉദാഹരണത്തിന് ആയുർവേദത്തിലാണെങ്കിൽ ധാര പോലെയുള്ള ചികിത്സകൾ ഇതിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശിരോധാര പോലെയുള്ള ചികിത്സകൾ. ഇനി മറുവശത്തേക്ക് വരികയാണെങ്കിൽ ചൈനീസ് ചികിത്സാ രീതിയായിട്ടുള്ള അക്യുപഞ്ചർ, അതോടൊപ്പം തന്നെ ഈ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക രീതിയിൽ പ്രഷർ ചെലുത്തുന്ന അക്യുപ്രഷർ ചികിത്സ, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് മൊത്തത്തിലൊരു സൗഖ്യം, ശരീരത്തിന് മനസ്സിന് ലഭിക്കാനായിട്ട് ഒഴിച്ചിൽ, മസാജ് പോലെയുള്ള ചികിത്സകൾ, ഇതെല്ലാം തന്നെ പാനിക് അറ്റാക്സിനെ ഒഴിച്ച് നിർത്താനായിട്ട് സഹായിക്കും. പക്ഷേ ഇതെല്ലാം മരുന്നുകളുടെ മാർഗം. അതിനേക്കാൾ ഉപരിയായി ഈ ഒരു പാനിക് അറ്റാക്ക് അനുഭവിക്കുന്നവർ സ്വാഭാവികമായിട്ടും അതിനെ നേരിടാനുള്ള ചില സെൽഫ് മാനേജ്മെന്റ്, സ്വയമായിട്ട് ഇവയെ പ്രതിരോധിക്കാനുള്ള ശ്രമവും കൂടി നടത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും പാനിക് അറ്റാക്സ് രാത്രിയിലല്ലേ സുനിലേക്ക് വരാറുള്ളത്? അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലും ഇതെല്ലാം വരുമ്പോൾ വരാൻ പോകുന്നു എന്നുള്ള ആ തോന്നൽ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭ്രമം വരുന്ന അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കീഴടങ്ങി കൊടുക്കാതിരിക്കുക, പകരം എതിർത്ത് നിന്ന് വേണ്ട രീതിയിൽ ഈ രോഗത്തിനെ ഒരു ശത്രുവായി കണ്ട് തിരികെ പൊരുതുക. ഇതാണ് ഇത് നേരിടാനുള്ള ഏറ്റവും നല്ല വഴി. അതല്ലാതെ എപ്പോഴും ഈ ഒരു അറ്റാക്ക് വന്നാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ പുറകെ ഓടിപ്പോയിട്ട് കുറെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സുനില വളരെ അടിയന്തരമായിട്ട് നല്ല രീതിയിൽ യോഗയും ധ്യാനമുറകളും മറ്റും പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരു ഡോക്ടറെയോ അതുമല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ഒരാളെയോ കാണുക, ഈ ടെക്നിക്സ് പഠിക്കുക. അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ ഈ മാർഗങ്ങൾ സ്വന്തം ജീവിതക്രമത്തിലേക്ക് ഇടുക്കി ചേർക്കാൻ ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗും വളരെ സഹായകമായിരിക്കും. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പരമ്പരാഗത ചികിത്സകൾ ആയുർവേദത്തിലും പ്രകൃതിയിലുമെല്ലാം എന്ത് ചെയ്യാം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറോട് ദീർഘമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. ഇത് പേടിക്കാനുള്ള ഒരു പ്രശ്നമില്ല. എന്റെ അനുഭവത്തിൽ, എന്റെ